നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ യൂണിറ്റിൻ്റെ ഫുൾ ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ടെക്സ്റ്റിൻ്റെ അകത്ത് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സോൾവിങ് മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള 8ാം ക്ലാസ്സിലെ ബാക്കിയുള്ള വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്, പ്ലേലിസ്റ്റിലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, മൂലകങ്ങളും സംയുക്തങ്ങളും. നോക്കിയോളൂ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ചുറ്റും കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളും വ്യത്യസ്തങ്ങളായ മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകളാൽ നിർമ്മിക്കപ്പെട്ടവയാണ്. ഈ തന്മാത്രകൾ അല്ലെങ്കിൽ ഈ മോളിക്യൂൾസ് ഓരോന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അവയുടെ ഘടനകളിലും ഒക്കെ വ്യത്യാസമുണ്ട്. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു ഡെഫിനിഷനാണ്. ഏറ്റവും താഴെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. മോളിക്യൂളിൻ്റെ ഒരു ഡെഫിനിഷനാണ് തന്നിട്ടുള്ളത്. ക്യാൻ യു ഫോർമുലേറ്റ് എ ഡെഫിനിഷൻ ഫോർ മോളിക്യൂൾസ്? മോളിക്യൂൾസിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ തന്മാത്രയുടെ ഒരു നിർവചനം എന്താണ്? മോളിക്യൂൾസ് ആർ the smallest independent and stable particles that have all the fundamental properties of a pure substance. അപ്പോൾ molecules are the smallest independent and stable particles. ഈ മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ഏറ്റവും ചെറുതും പിന്നെ ഇൻഡിപെൻഡൻറ്റ് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതും പിന്നെ ആൻഡ് സ്റ്റേബിൾ എന്ന് വെച്ചാൽ സ്ഥിരതയുള്ളതുമായിട്ടുള്ള പാർട്ടിക്കിൾസ്, സ്ഥിരതയുള്ളതുമായിട്ടുള്ള കണികകൾ. പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ കണികകളാണ് എന്ത് പറയുന്നത്? മോളിക്യൂൾസ്. പിന്നെ എന്താണ്? ദാറ്റ് ഹാവ് ഓൾ ദ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ്. അതിന് അതായത് ഈ പറയുന്ന പാർട്ടിക്കിൾസിൻ്റെ, ഈ പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഈ ഒരു മോളിക്യൂളിന് എന്തുണ്ട്? ഓൾ ദ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ്, എല്ലാ അടിസ്ഥാന ഗുണങ്ങളുമുണ്ട്. ഏതിൻ്റെ? ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ്, ഒരു ശുദ്ധ പദാർത്ഥത്തിൻ്റെ. ഒരു പ്യുവർ സബ്സ്റ്റൻസിൻ്റെ എല്ലാ അടിസ്ഥാന ഗുണങ്ങളുള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതുമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികകളാണ് എന്ത് പറയുന്നത്? തന്മാത്രകൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത് തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ ഡെഫിനിഷനാണ്, പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബോക്സിലുള്ളത് പഠിച്ചോളണം കേട്ടോ. അടുത്തതായിട്ട് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. Do you know that new molecules are formed through chemical reactions? ഓരോ രാസപ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ് പുതിയ മോളിക്യൂൾസ് അല്ലെ പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നത്. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയോളൂ. ബേൺ എ മാഗ്നീഷ്യൻ റിബൺ വിച്ച് ഈസ് സ്ക്രബ്ഡ് ക്ലീൻ. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. അതായത് നന്നായിട്ട് ക്ലീൻ ചെയ്ത, സ്ക്രബ് ചെയ്യുക എന്ന് വെച്ചാൽ ഉരച്ച് ക്ലീൻ ചെയ്ത മഗ്നീഷ്യം റിബണിന് നമ്മൾ എന്ത് ചെയ്യണം? ബേൺ ചെയ്യണം, കത്തിക്കണം. എന്താണ് നമുക്ക് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ ഒബ്സർവേഷൻ എന്താണോ അത് നമ്മൾ അവിടെ എഴുതണം അല്ലേ? അപ്പോൾ അവിടുത്തെ ആ ഒബ്സർവേഷൻ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ്? മഗ്നീഷ്യൻ റിബൺ ബേൺസ് വിത്ത് എ ബ്രൈറ്റ് ഫ്ലെയിം. ഈ മഗ്നീഷ്യൻ റിബൺ നല്ല ബ്രൈറ്റ് ആയിട്ട് അല്ലെ നല്ല ശോഭയോട് കൂടി എന്ത് ചെയ്യുന്നു? കത്തുന്നു. പിന്നെന്താണ്? എ വൈറ്റ് പൗഡർ ഈസ് ഒബ്റ്റെയിൻഡ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു വൈറ്റ് പൗഡർ, ഒരു വെളുത്ത പൊടി ലഭിക്കുന്നു. മഗ്നീഷ്യൻ റിബൺ തിളങ്ങുന്ന ജ്വാലയോടെ കത്തുന്നു, ഒരു വെളുത്ത പൊടി നമുക്ക് ലഭിക്കുന്നു. അതാണ് അവിടുത്തെ ഒബ്സർവേഷനായിട്ട് നമ്മൾ എഴുതേണ്ടത്. നോക്കിയോളൂ, വാട്ട് ഈസ് ദ വൈറ്റ് പൗഡർ ഒബ്റ്റെയിൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് റിയാക്ഷൻ? ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിച്ച ഒരു വൈറ്റ് പൗഡർ എന്താണ്? അപ്പോൾ ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് നമുക്ക് എന്താണ് ലഭിച്ചത്? എ വൈറ്റ് പൗഡർ ഒബ്റ്റെയിൻഡ്. ഒരു വൈറ്റ് പൗഡറാണ് നമുക്ക് ലഭിച്ചത് അല്ലേ? ഒരു വെളുത്ത പൊടിയാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഏതാണ് ഈ ഒരു വെളുത്ത പൊടി എന്ന് പറയുന്നത്? അതിൻ്റെ ആൻസർ താഴെ ഉണ്ട്. ഇറ്റ് ഈസ് മാഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് വെൻ മാഗ്നീഷ്യം റിയാക്റ്റഡ് വിത്ത് ഓക്സിജൻ. അതായത് മഗ്നീഷ്യം റിബൺ നമ്മൾ കത്തിക്കുമ്പോൾ മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പുതിയ മോളിക്യൂൾ ഏതാണ്? മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പം മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് അവിടെ ഉണ്ടായ ആ ഒരു വൈറ്റ് പൗഡർ എന്ന് പറയുന്നത് എന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ന്യൂ മോളിക്യൂൾസ് വെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ. വ്യത്യസ്തമായ രണ്ട് മോളിക്യൂൾസ് കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ച് പുതിയൊരു മോളിക്യൂൾ ഉണ്ടാകുന്നതിന് എക്സാമ്പിളാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏതാണ് എക്സ്പെരിമെൻറ്റ്? മഗ്നീഷ്യം ഓക്സിജനും റിയാക്ട് ചെയ്ത് അവിടെ മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നത്. സിമിലർലി ലെറ്റ് us see if we can dissociate molecules to make new molecules. ഇതുപോലെ തന്നെ ഈ മോളിക്യൂൾസ് തമ്മിൽ ഡിസോസിയേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? വിഘടിച്ചും പുതിയ മോളിക്യൂൾസ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം.
അതായത് രണ്ട് മോളിക്യൂൾസ് ഒരുമിച്ച് ചേർന്ന് പുതിയ ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ രണ്ട് മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ചെയ്ത് വിഘടിച്ചും പുതിയൊരു മോളിക്യൂൾ ഉണ്ടാകുന്നുണ്ട്. ടേക്ക് സം ഷുഗർ ഇൻ എ ഡ്രൈ ബോയിലിംഗ് ട്യൂബ്. ഒരു ഡ്രൈ ബോയിലിംഗ് ട്യൂബിൽ കുറച്ച് നമുക്ക് ഷുഗർ എടുക്കണം. കവർ ദ മൗത്ത് ഓഫ് ദി ബോയിലിംഗ് ട്യൂബ് വിത്ത് എ പീസ് ഓഫ് കോട്ടൺ. ഒരു പീസ് കോട്ടൺ അല്ലെങ്കിൽ പഞ്ഞി ഉപയോഗിച്ച്, ഇതായി ഫിഗർ 5.3 കൊടുത്തിട്ടുണ്ട്. പഞ്ഞി ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ അല്ലെങ്കിൽ ബോയിലിംഗ് ട്യൂബിൻ്റെ വായ ഭാഗം മൂടുക. ഹീറ്റ് ദ ബോയിലിംഗ് ട്യൂബ് സ്ട്രോങ്ലി ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് മിനിറ്റ്സ് നമ്മൾ ഈ ഒരു ബോയിലിംഗ് ട്യൂബിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. റൈറ്റ് യു ഒബ്സർവേഷൻ. നിങ്ങളുടെ ഒബ്സർവേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ഒബ്സർവേഷനാണ് എഴുതിയിരിക്കുന്നത്. എ ബ്ലാക്ക് സബ്സ്റ്റൻസ് ലെഫ്റ്റ് ഇൻ ദ ബോയിലിംഗ് ട്യൂബ്. ആ ബോയിലിംഗ് ട്യൂബിൽ ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് അവശേഷിക്കുന്നു. ഒരു കറുത്ത നിറത്തിലുള്ള ഒരു പദാർത്ഥം ബോയിലിംഗ് ട്യൂബിൽ അവശേഷിക്കുന്നു. ഇനി പിന്നെന്താ, വി ക്യാൻ സീ വാട്ടർ ഡ്രോപ്സ് ഓൺ ദ സൈഡ്സ് ഓഫ് ദി ബോയിലിംഗ് ട്യൂബ്. ഈ ബോയിലിംഗ് ട്യൂബിൻ്റെ സൈഡിൽ നമുക്ക് വാട്ടർ ഡ്രോപ്സ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ തുള്ളികൾ കാണാൻ കഴിയും അല്ലേ. ആ ബോയിലിംഗ് ട്യൂബിൻ്റെ വശങ്ങളിൽ ജലത്തുള്ളികൾ കാണാൻ കഴിയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? മലയാളം ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. വാട്ട് ഈസ് ദ ബ്ലാക്ക് സബ്സ്റ്റൻസ് ലെഫ്റ്റ് ഇൻ ദ ബോയിലിംഗ് ട്യൂബ്? ഈ ബോയിലിംഗ് ട്യൂബിൽ അപ്പോൾ ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് അവശേഷിക്കും. എന്താണ് അവശേഷിച്ച ബ്ലാക്ക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? അത് കാർബൺ ആണ്. അവിടെ അവശേഷിച്ച ആ ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് എന്തുവാണ്? കാർബൺ. വാട്ട് ഈസ് ദ സബ്സ്റ്റൻസ് സീൻ ഓൺ ദ സൈഡ്സ് ഓഫ് ദ ബോയിലിംഗ് ട്യൂബ്? ആ ബോയിലിംഗ് ട്യൂബിന്റെ സൈഡ്സിൽ കാണപ്പെടുന്ന സബ്സ്റ്റൻസ് ഏതാണ്? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ ജലത്തിന്റെ തുള്ളികളാണ് ബോയിലിംഗ് ട്യൂബിന്റെ വശങ്ങളിൽ അവശേഷിച്ച സബ്സ്റ്റൻസ്. Did you observe that when sugar is heated, carbon and water are formed? നമ്മൾ ഷുഗറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്നത് ഏതൊക്കെയാണ്? കാർബണും എന്തൊക്കെയാണ്? വാട്ടറും. കാർബണും വാട്ടറുമാണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഡിസോസിയേറ്റ് റിയാക്ഷനാണ് അല്ലേ, വിഘടന പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് അല്ലേ. കാരണം ഷുഗർ എന്ന് പറയുന്ന ആ വസ്തുവിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ രണ്ട് സാധനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏതൊക്കെയാണ്? വാട്ടർ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ കാർബണും ഉണ്ടാകുന്നുണ്ട്. Through this experiment, we can understand that sugar molecules can be broken down through chemical reactions. ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ഷുഗർ മോളിക്യൂൾസ് കെമിക്കൽ റിയാക്ഷനിലൂടെ ബ്രോക്കൺ ഡൗൺ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ലെറ്റ്സ് ഡു അനദർ എക്സ്പെരിമെൻറ്റ്. ഇനി മറ്റൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഷുഗറിനെ ചൂടാക്കുമ്പോൾ അവിടെ രണ്ട് സബ്സ്റ്റൻസ് ആണ് ഫോം ചെയ്തത്. ഏതൊക്കെയാണ് ആ സബ്സ്റ്റൻസ്? വാട്ടർ ആൻഡ് കാർബൺ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് മറ്റൊരു എക്സ്പെരിമെൻറ്റ്. ടേക്ക് സം ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാം. ആൻഡ് ആഡ് എ സ്മാൾ പീസ് ഓഫ് മാഗ്നീഷ്യം ടു ഇറ്റ്. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ചെറിയ പീസ് മാഗ്നീഷ്യം ഇടുക. ഇൻട്രൊഡ്യൂസ് എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് ടു ദ മൗത്ത് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. എന്നിട്ട് നമ്മളൊരു കത്തിച്ച ചന്ദനത്തിരിനെ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പോർഷനിൽ കൊണ്ടുവരിക. നിങ്ങളുടെ ഒബ്സർവേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇവിടുത്തെ ഒബ്സർവേഷൻ? എ ഗ്യാസ് ഈസ് ബബിൾഡ് ഫ്രം ദ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഒരു ഗ്യാസ് ഇങ്ങനെ ബബിൾ ചെയ്ത് വരുന്നത്, കുമിളകളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. വെൻ എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പോർഷനിൽ അല്ലെ വായ ഭാഗത്തേക്ക് നമ്മൾ കത്തുന്ന ഒരു ചന്ദനത്തിരി വരുവാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് വന്നില്ലേ, ആ ഗ്യാസ് ഒരു പോപ്പ് സൗണ്ടോട് കൂടി, അതായത് പോപ്പ് ഇങ്ങനെ ഒരു സൗണ്ടോട് കൂടി എന്ത് ചെയ്യുന്നു? ബേൺ ചെയ്യുന്നു, കത്തുന്നു. ഓൾസോ വാട്ടർ ഡ്രോപ്സ് ആർ ഫോംഡ് ഓൺ ദ സൈഡ്സ് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൊക്കെ എന്താ ഒരു വാട്ടർ ഡ്രോപ്സ് അല്ലേ, വെള്ളത്തിൻ്റെ തുള്ളികളും പ്രസൻ്റ് ആവുന്നു അല്ലേ, കാണപ്പെടുന്നു. ഓക്കെ ആണല്ലോ. അപ്പം ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ് നമ്മുടെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. അതായത് ഈ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഇങ്ങനെ ഗ്യാസ് വരുന്നതും പോപ്പ് സൗണ്ടോട് കൂടി ഇങ്ങനെ കത്തുന്നതും ഒക്കെ നല്ല കറക്റ്റായിട്ട് ഒത്തിരി വീഡിയോസിൽ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഒരു വാതകം പുറത്തേക്ക് വരുന്നു. ടെസ്റ്റ് ട്യൂബിൻ്റെ വായ ഭാഗത്തേക്ക് ഒരു കത്തുന്ന ചന്ദനത്തിരി കാണിക്കുമ്പോൾ ആ വാതകം പോപ്പ് എന്ന ശബ്ദത്തോടെ കത്തുന്നു. കൂടാതെ ടെസ്റ്റ് ട്യൂബിൻ്റെ വശത്ത് ജലത്തുള്ളികൾ രൂപകൊള്ളുന്നു. വാട്ട് ഈസ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് റിയാക്ഷൻ? ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാസ് ഏതാണ്? അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാസ് ഹൈഡ്രജൻ. ഏതാണ്? ഹൈഡ്രജൻ. അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആസിഡും ഒരു മെറ്റൽ, ഇവിടെ മാഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ മെറ്റലാണ്, മെറ്റലും കൂടെ റിയാക്ട് ചെയ്താൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതായിരിക്കും? ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാതെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ വാട്ട് ഇസ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് റിയാക്ഷൻ? ഹൈഡ്രജൻ. ഹൗ ക്യാൻ വി റെപ്രസെൻറ്റ് ദിസ് റിയാക്ഷൻ? ഈ ഒരു റിയാക്ഷനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? നോക്കിയോളൂ. മാഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണല്ലോ, ഗീവ്സ് മാഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. അവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? മാഗ്നീഷ്യം ക്ലോറൈഡും പിന്നെ ഹൈഡ്രജനുമാണ് പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പോൾ ഇവിടുത്തെ റിയാക്ടൻസ് ഏതൊക്കെയാണ്?
മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും ആണ് ഇവിടുത്തെ റിയാക്റ്റൻസ്. ഇവിടുത്തെ പ്രോഡക്ട്സ് മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും. റിയാക്റ്റൻസ് എന്ന് വെച്ചാൽ അഭികാരകങ്ങൾ. ഇവിടുത്തെ അഭികാരകങ്ങൾ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും, അതുപോലെ ഇവിടുത്തെ ഉൽപ്പന്നം എന്ന് പറയുന്നത് മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കളക്ട് ഹൈഡ്രജൻ ഗ്യാസ് ഒബ്റ്റെയിൻഡ് ഇൻ ദിസ് എക്സ്പെരിമെന്റ് ഇൻ ടു അനദർ മോയ്സ്ചർ ഫ്രീ ടെസ്റ്റ് ട്യൂബ്. നമ്മൾ ഈ ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് ലഭിച്ച ഹൈഡ്രജൻ ഗ്യാസിന് ഒരു മോയ്സ്ചർ ഫ്രീ ആയിട്ടുള്ള ഈർപ്പരഹിതമായിട്ടുള്ള ഒരു ടെസ്റ്റ് ട്യൂബിലോട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നു. ആൻഡ് ഇൻട്രൊഡ്യൂസ് എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് ടു ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ വായ ഭാഗത്ത് ഒരു കത്തിച്ച ചന്ദനത്തിരി നമ്മൾ കാണിക്കുകയാണ്. നിങ്ങളുടെ ഒബ്സർവേഷൻ എഴുതാനാണ് പറഞ്ഞത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? When a burning incense stick is shown to hydrogen gas, അതായത് that collected to a moisture free test tube, ഒരു moisture free test ട്യൂബിൽ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് കളക്ട് ചെയ്തു അല്ലേ. എന്നിട്ട് ഈ കളക്ട് ചെയ്ത ഹൈഡ്രജൻ ഗ്യാസിൻ്റെ കളക്ട് ചെയ്ത ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ ഭാഗത്തേക്ക് നമ്മളൊരു ബേണിംഗ് അതായത് കത്തുന്ന ഇൻസെൻസ് സ്റ്റിക്ക് ചന്ദനത്തിരി കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റുന്നു? ദ ഗ്യാസ് ബേൺ ബൈ ഇറ്റ് സെൽഫ്. ആ ഗ്യാസ് എന്ത് ചെയ്യുന്നു? സ്വയം കത്തുന്നു. ആൻഡ് വാട്ടർ ഡ്രോപ്സ് ആർ ഫോംഡ് ഓൺ ദ സൈഡ്സ് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ വാട്ടർ ഡ്രോപ്സ് ഫോം ചെയ്യുന്നു, വെള്ളത്തുള്ളികൾ രൂപപ്പെടുന്നു. മനസ്സിലായോ? ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഈർപ്പമില്ലാത്ത ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ശേഖരിക്കപ്പെടുന്ന ഹൈഡ്രജൻ വാതകത്തെ ഒരു കത്തുന്ന ചന്ദനത്തിരി കാണിക്കുമ്പോൾ വാതകം സ്വയം കത്തുകയും വെള്ളത്തുള്ളികൾ ടെസ്റ്റ് ട്യൂബിൻ്റെ വശങ്ങളിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ഒബ്സർവേഷൻ ഇങ്ങനെയാണ് എഴുതേണ്ടത്. What do you understand from the presence of water droplets on the sides of the test tube? ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ നമ്മൾ വാട്ടർ ഡ്രോപ്സിൻ്റെ പ്രസൻസ് കണ്ടല്ലോ അല്ലെ, ജലത്തുള്ളികൾ ഉണ്ടായിരുന്നു അല്ലേ. അതിൽ നിന്ന് നമുക്ക് എന്താണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിൻ്റെ ആൻസറാണ് ഇതായി താഴെ എഴുതിയിട്ടുള്ളത്. ഇൻ ദിസ് എക്സ്പെരിമെന്റ് ഹൈഡ്രജൻ കളക്റ്റഡ് ഇൻ ദ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. ആ ഡ്രൈ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഹൈഡ്രജൻ കളക്ട് ചെയ്തു. ഈ കളക്ട് ചെയ്ത ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്തുണ്ടായി? വെള്ളം അല്ലേ, വാട്ടർ ഉണ്ടായി, ജലം ഉണ്ടായി. അതാണ് നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കാനുള്ളത് അല്ലേ. അങ്ങനെയാണ് അവിടെ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വശങ്ങളിൽ ജലത്തുള്ളികൾ പറ്റിപ്പിടിച്ച് ഇരിക്കുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ഒരു റിയാക്ഷനാണ് താഴെ എഴുതിയിട്ടുള്ളത്. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ എന്ത് കിട്ടുന്നു? നമുക്ക് വാട്ടർ അല്ലെങ്കിൽ ജലം ലഭിക്കുന്നു. മനസ്സിലായോ? ഇത്രയാണ് നമുക്കിവിടെ ഒരു 3 എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ടായിരുന്നു. ഈ 3 എക്സ്പെരിമെന്റിലും എന്താണ് ഇവിടെ കാണിക്കുന്നത്? സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്തോ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഡീകമ്പോസ് ചെയ്തോ എന്തുണ്ടാകുന്നു? പുതിയ മോളിക്യൂൾസ് ഉണ്ടാകുന്നു. 2 സബ്സ്റ്റൻസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് പുതിയ മോളിക്യൂൾസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ഡീകമ്പോസ് ചെയ്ത് പുതിയ മോളിക്യൂൾ ഉണ്ടാകുന്നു. അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോവാം. ഇവിടെ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളെയാണ് കൊടുത്തിട്ടുള്ളത്. ആരൊക്കെയാണ്? ഹെൻറി കാവൻഡിഷും സർ ഹംഫ്രി ഡേവിയും. അപ്പോൾ നോക്കിയോളൂ. ആദ്യം നമുക്ക് കാവൻഡിഷിൻ്റെ കാര്യം നോക്കാം. ഹെൻറി കാവൻഡിഷ് പ്രൂവ്ഡ് ദാറ്റ് വാട്ടർ ഈസ് എ സബ്സ്റ്റൻസ് മേഡ് അപ്പ് ഓഫ് മോർ ദാൻ 1 എലമെൻറ്റ്. ജലം എന്ന് പറയുന്നത്, വാട്ടർ എന്ന് പറയുന്നത് ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന ഒരു പദാർത്ഥമാണ് എന്ന് പ്രൂവ് ചെയ്ത ആളാണ് ഹെൻറി കാവൻഡിഷ്. His experiment of burning hydrogen gas in the presence of oxygen helped to know about the components of water. ഈ കാവൻഡിഷ് എന്ത് ചെയ്തെന്നറിയാമോ? ബേണിംഗ് ഹൈഡ്രജൻ ഗ്യാസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഹൈഡ്രജൻ ഗ്യാസിനെ ബേൺ ചെയ്തു, ജ്വലിപ്പിച്ചു, കത്തിച്ചു. ഏതിൽ? ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ. അത് ഹെൽപ്പ് ചെയ്തു. എന്താ? ടു നോ അബൌട്ട് ദ കമ്പണൻസ് ഓഫ് വാട്ടർ. ജലത്തിൻ്റെ കമ്പണൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അത് നമ്മെ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മെ സഹായിച്ചു. ആരുടെ? ഈ കാവൻഡിഷിൻ്റെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ജലത്തിൻ്റെ കമ്പണൻസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിച്ചത് കാവൻഡിഷിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അദ്ദേഹം എന്താ ചെയ്തത്? നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസിനെ എന്ത് ചെയ്തു? ബേൺ ചെയ്തു വിത്ത് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ പ്രസൻസിൽ ഹൈഡ്രജൻ ഗ്യാസിനെ ബേൺ ചെയ്ത് ജലത്തിന്റെ കമ്പണൻസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിച്ചു. ആര്? ഹെൻറി കാവൻഡിഷ്. ഇനി അടുത്തത് നമ്മൾ ഹംഫ്രി ഡേവി. ഇൻ 1806 സർ ഹംഫ്രി ഡേവി ഡിസ്കവേർഡ് ദാറ്റ് വാട്ടർ കുഡ് ബി സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്. 1806 ഹംഫ്രി ഡേവി എന്താ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ വാട്ടർ കുഡ് ബി സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. വാട്ടറിനെ നമുക്ക് ഹൈഡ്രജനും ഓക്സിജൻ എന്നിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ ജലത്തിലൂടെ. എങ്ങനെയാണ്? ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്. ജലത്തിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വൈദ്യുതി കടത്തി വിട്ടിട്ട് ഈ ജലത്തിനെ ഹൈഡ്രജൻ എന്നും ഓക്സിജൻ എന്നും 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം എന്ന് കണ്ടുപിടിച്ച ആളാണ് ഹംഫ്രി ഡേവി. മനസ്സിലായോ? ഹംഫ്രി ഡേവിയും കാവൻഡിഷും എന്തൊക്കെയാണ് കണ്ടുപിടിച്ചതെന്നുള്ളത്?
അടുത്ത നോക്കിയോളൂ. വിച്ച് ആർ ദ സബ്സ്റ്റൻസസ് ഒബ്റ്റൈൻഡ് വെൻ വാട്ടർ ഈസ് ഡിസോസിയേറ്റഡ്. വാട്ടറിനെ ഡിസോസിയേറ്റ് ചെയ്താൽ, അതായത് വിഘടിപ്പിച്ചാൽ അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്താൽ നമുക്ക് ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് ലഭിക്കുന്നത്? നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും ലഭിക്കും. ഇനി ക്യാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബി ഫർദർ സ്പ്ലിറ്റ് ഇൻ ടു കമ്പണൻസ്. ഈ ഹൈഡ്രജനെയും ഓക്സിജനെയും വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുമോ? ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസേഴ്സ് ആണ് ഇനി താഴെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്നത് ആറ്റം. നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണ്? ആറ്റം. We have learned that molecules are the smallest particles obtained by dissociating various substances having their fundamental properties. അതായത് ഈ പദാർത്ഥങ്ങളെയൊക്കെ സബ്സ്റ്റൻസിനെയൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, വിഭജിക്കുമ്പോൾ ലഭിക്കുന്നതും പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങൾ ഉള്ളതുമായ ഏറ്റവും ചെറിയ കണികയാണല്ലോ നമ്മുടെ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ നേരത്തെ പഠിച്ചു അതിൻ്റെ ഒരു ഡെഫിനിഷൻ. വാട്ട് ഇഫ് മോളിക്യൂൾസ് ആർ സ്പ്ലിറ്റ് അഗൈൻ? വീണ്ടും ഈ മോളിക്യൂൾസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താലോ? ആറ്റംസ് ആർ ഒബ്റ്റൈൻഡ് വെൻ മോളിക്യൂൾസ് ആർ സ്പ്ലിറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നമ്മൾ മോളിക്യൂൾസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പദാർത്ഥത്തിൻ്റെ പേരാണ് ഏത്? ആറ്റംസ്, ആറ്റങ്ങൾ. മനസ്സിലായോ? ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ആറ്റംസ് ആർ ഒബ്റ്റൈൻഡ് വെൻ മോളിക്യൂൾസ് ആർ സ്പ്ലിറ്റ്. മോളിക്യൂൾസിനെ അല്ലെങ്കിൽ തന്മാത്രകളെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പദാർത്ഥത്തിൻ്റെ പേരെന്താണ്? ആറ്റംസ് അല്ലെങ്കിൽ ആറ്റങ്ങൾ. The molecules of every substance are made up of minute atoms. ഏതൊരു തന്മാത്രകളെയും നിർമ്മിച്ചിരിക്കുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള, മൈന്യൂട്ട് എന്ന് വെച്ചാൽ അതിസൂക്ഷ്മമായിട്ടുള്ള ആറ്റം കൊണ്ടാണ്. ഓൾ സബ്സ്റ്റൻസസ് ഇൻ ദ യൂണിവേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ് ആറ്റംസ്. നമ്മുടെ യൂണിവേഴ്സിലെ അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാ സബ്സ്റ്റൻസും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റംസ്, ആറ്റങ്ങൾ കൊണ്ടാണ്. ദ വേർഡ് ആറ്റം കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ആറ്റമോസ് വിച്ച് മീൻസ് ഇൻഡിവിസിബിൾ. ഇൻഡിവിസിബിൾ എന്ന അർത്ഥമുള്ള അല്ലെങ്കിൽ വിഭജിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥമുള്ള ആറ്റമോസ്, ആറ്റമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ആറ്റം എന്ന് പറയുന്ന പദം ലഭിച്ചത് അല്ലെങ്കിൽ കടന്നു വന്നത്. അപ്പോൾ ആറ്റം എന്നാൽ എന്തിനെ വിഭജിച്ചാണ് നമുക്ക് ആറ്റം ലഭിക്കുന്നത്? മോളിക്യൂൾസിനെ നമ്മൾ ഫർദർ ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആറ്റം ലഭിക്കുന്നത്. ആറ്റം എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള സബ്സ്റ്റൻസ് ആണല്ലോ. ഇനി ഈ ഓൾ ദ സബ്സ്റ്റൻസ് ഇൻ ദ യൂണിവേഴ്സ്, നമ്മുടെ യൂണിവേഴ്സിലെ എല്ലാ സബ്സ്റ്റൻസും മേഡ് ചെയ്തിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? ആറ്റംസ് വെച്ചിട്ടാണ്. ആറ്റം എന്ന പദം വന്നിട്ടുള്ളത് ഏത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്? ആറ്റമോസ്. ആറ്റമോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ആറ്റം എന്ന് പറയുന്ന പദം വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? ആറ്റമോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം എന്താണ്? ഇൻഡിവിസിബിൾ, വിഭജിക്കാൻ കഴിയാത്തത്. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിയല്ലോ. ഡെമോക്രീറ്റസ് proposed that all matter is made up of indivisible particles called atoms. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണ്? എല്ലാ മാറ്ററും, എല്ലാ പദാർത്ഥങ്ങളും വളരെ ഇൻഡിവിസിബിൾ, അതായത് വീണ്ടും വിഭജിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിക്കിൾസ് ആയ ആറ്റം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പ്രപ്പോസ് ചെയ്ത എന്ന ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ച ആളാണ് ഡെമോക്രീറ്റസ്. ആരാണ്? ഡെമോക്രീറ്റസ്. ആ വേർഡ് ഓർക്കുക. ഡെമോക്രീറ്റസ് വേർഡല്ല, അതൊരു ആളിൻ്റെ പേരാണ്. ഡെമോക്രീറ്റസ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഡെമോക്രീറ്റസ് പ്രപ്പോസ് ചെയ്തു അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചു. എന്താ മുന്നോട്ട് വെച്ചത്? ഓൾ മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കാൾഡ് ആറ്റംസ്. ആറ്റം എന്നറിയപ്പെടുന്ന ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ. അവിടെ ആലോചിക്കണം, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, ഇനി നമുക്ക് ഒട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കണികയാണ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ആണ് എന്ന് പറയുന്നത് ഈ ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളും ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആറ്റം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? ഡെമോക്രീറ്റസ്. In 1807, John Dalton proposed the atomic theory to explain the nature of the atom. ഈ ആറ്റത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ജോൺ ഡാൾട്ടൺ എന്നൊരാൾ എന്ത് മുന്നോട്ട് വെച്ചു? അറ്റോമിക് തിയറി അല്ലെ, അറ്റോമിക് തിയറി അല്ലെങ്കിൽ ആറ്റം സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡോൾട്ടൺസ് അറ്റോമിക് തിയറി ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഇൻ മോഡേൺ കെമിസ്ട്രി. മോഡേൺ കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഡാൾട്ടൻ്റെ ഈ അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. ദ ഐഡിയാസ് പുട്ട് ഫോർവേഡ് ബൈ ഡോൾട്ടൺ ആർ ഗിവൺ ബിലോ. ഈ അറ്റോമിക് തിയറിയിൽ ഡോൾട്ടൺ മുന്നോട്ട് വെച്ച ഐഡിയാസാണ് ഇവിടെ ബുള്ളറ്റിനിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അറ്റോമിക് തിയറി എന്താണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഓരോ പോയിന്റും, എല്ലാ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിച്ചോളണം കേട്ടോ. അത് എന്തായാലും പഠിച്ചോളണം. നോക്കിയോളൂ, നമുക്ക് ഇതിൻ്റെ ഓരോ പോയിൻ്റായിട്ട്
പഠിച്ചു പോവാം. നിങ്ങളിപ്പോൾ തന്നെ പറഞ്ഞ് പഠിക്കുക കേട്ടോ. ഒന്നാമത്തെ പോയിന്റ്, ഓൾ മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കാൾഡ് ആറ്റംസ്. എളുപ്പമല്ലേ? എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന മൈന്യൂട്ട് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അതിസൂക്ഷ്മമായിട്ടുള്ള കണങ്ങളാൽ നിർമ്മിതമാണ്. എന്താണ്? ഓൾ മാറ്റർ, എല്ലാ പദാർത്ഥങ്ങളും മെയ്ഡ് അപ്പ് ഓഫ്, നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്? മൈന്യൂട്ട് പാർട്ടിക്കിൾസ്, വളരെ മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ അതിസൂക്ഷ്മമായിട്ടുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ്. കോൾഡ് ആറ്റംസ്. അതിനെന്ത് പറയുന്നു? ആറ്റംസ് എന്ന് പറയുന്നു. രണ്ടാമത്തെ പോയിന്റ്, an atom is the smallest particles that can participate in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, ഏർപ്പെടുന്ന വളരെ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ, ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് എന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? an atom is the smallest particle. ഒരു ആറ്റം എന്ന് പറയുന്നത് വളരെ ചെറിയ പാർട്ടിക്കിളാണ്. എങ്ങനെ? ദാറ്റ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ് ആര്? ഒരു ആറ്റം എന്ന് പറയുന്നത്. 2 പോയിൻ്റായേ, പഠിച്ചല്ലോ. ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അടുത്തത്, an atom cannot be divided during a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ, ഒരു രാസപ്രവർത്തന വേളയിൽ ഒരു ആറ്റത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ആറ്റം cannot be divided during a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആറ്റത്തെ എന്ത് ചെയ്യാൻ കഴിയില്ല? വിഭജിക്കാൻ കഴിയില്ല, ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ an atom cannot be created or destroyed. ഒരു ആറ്റത്തെ ക്രിയേറ്റ് ചെയ്യാനോ ഡെസ്ട്രോയ് ചെയ്യാനോ കഴിയില്ല, നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഇനി ഓൾ ആറ്റംസ് ഓഫ് ആൻ എലമെൻറ്റ് ആർ ഓഫ് ദ സെയിം സൈസ്, പ്രോപ്പർട്ടി ആൻഡ് മാസ്. ഒരു എലമെൻറ്റിലുള്ള അല്ലെങ്കിൽ ഒരു മൂലകത്തിലുള്ള എല്ലാ ആറ്റംസും, എല്ലാ ആറ്റങ്ങളും എന്താണ്? സെയിം സൈസ് ആയിരിക്കും, സെയിം പ്രോപ്പർട്ടി ആയിരിക്കും, സെയിം മാസ് ആയിരിക്കും. ഒരേ മാസും ഒരേ സൈസും ഒരേ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഒരേ സ്വഭാവവുമായിരിക്കും ഒരു മൂലകത്തിലെ എല്ലാ ആറ്റങ്ങൾക്കും. ഒരു മൂലകത്തിലെ എല്ലാ ആറ്റങ്ങൾക്കും എന്തൊക്കെയാണ്? സെയിം സൈസ്, സെയിം പ്രോപ്പർട്ടി ആൻഡ് സെയിം മാസ്. അടുത്ത പോയിന്റ്, ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഡിഫർ ഇൻ ദെയർ സൈസ്, പ്രോപ്പർട്ടി ആൻഡ് മാസ്. ഡിഫറെൻറ്റ് എലമെൻറ്റ്സിലുള്ള ആറ്റംസിന് ഡിഫറെൻറ്റ് സൈസും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടിയും ഡിഫറെൻറ്റ് മാസും ആയിരിക്കും. മനസ്സിലായോ? ഇത്രയാണ് ഡാൾട്ടൻ്റെ ആറ്റോമിക് തിയറി എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളണം. അറ്റോമിക് തിയറി മുന്നോട്ട് വെച്ചത്, പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരെന്തുവാണ്? ജോൺ ഡാൾട്ടൺ. ആരാണ്? ജോൺ ഡാൾട്ടൺ. അറ്റോമിക് തിയറി മുന്നോട്ട് വെച്ചത് ജോൺ ഡാൾട്ടൺ ആയിരുന്നു. You know that a water molecule is made up of 2 atoms of hydrogen and 1 atom of oxygen. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ ജലം എന്ന് പറയുന്ന തന്മാത്ര രൂപപ്പെട്ടിരിക്കുന്നതെന്ന്? എങ്ങനെയാണ്? ഹൈഡ്രജൻ്റെ 2 ആറ്റങ്ങളും ഓക്സിജൻ്റെ 1 ആറ്റവും ചേർന്നാണ് വാട്ടറിൻ്റെ ഒരു തന്മാത്ര അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ രൂപപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വാട്ടർ മോളിക്യൂൾസിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? 2 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 ഓക്സിജൻ ആറ്റം. ലുക്ക് അറ്റ് ദ ടേബിൾ ബിലോ. താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? മോളിക്യൂൾസ്, അമോണിയ എന്ന് പറയുന്ന മോളിക്യൂൾ. അമോണിയ മോളിക്യൂൾസ് എങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്? ആറ്റംസിൻ്റെ മോളിക്യൂൾ, ഒരു തന്മാത്രയിലെ ആറ്റങ്ങൾ ഏതൊക്കെയാണ്? 1 ആറ്റം ഓഫ് നൈട്രജൻ, 3 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ, NH3 എന്നാണ് നമ്മൾ അമോണിയ എഴുതുന്നത്. അപ്പോൾ ഒരു നൈട്രജൻ്റെ ആറ്റവും പിന്നെ 3 ഹൈഡ്രജൻ്റെ ആറ്റവും ചേർന്നതാണ് ഏതെന്ന് പറയുന്നത്? അമോണിയ. അപ്പോൾ അമോണിയ എന്ന് പറയുന്നത് രൂപപ്പെട്ടിരിക്കുന്നത് 1 ആറ്റം ഓഫ് നൈട്രജൻ, 3 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ. ഇനി ഓക്സിജൻ, 2 ആറ്റംസ് ഓഫ് ഓക്സിജൻ. O2 എന്നാണ് നമ്മൾ സാധാരണ ഓക്സിജൻ എഴുതുന്നത്. അപ്പോൾ 2 ആറ്റംസ് ഓഫ് ഓക്സിജൻ ആണ് ഓക്സിജൻ എന്ന് പറയുന്ന മോളിക്യൂൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇനി ക്ലോറിൻ ആണെങ്കിൽ 2 ആറ്റംസ് ഓഫ് ക്ലോറിൻ. ഇനി മീഥെയിൻ ആണെങ്കിലോ 1 ആറ്റം ഓഫ് കാർബൺ, 4 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ, അതായത് CH4. 1 ആറ്റം കാർബണും 4 ആറ്റം ഓഫ് ഹൈഡ്രജനും. ഇനി ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ, H2 എന്ന് എഴുതുന്നത്. ഇനി കാർബൺ ഡയോക്സൈഡ്, CO2 അല്ലേ? 1 ആറ്റം ഓഫ് കാർബൺ ആൻഡ് 2 ആറ്റംസ് ഓഫ് ഓക്സിജൻ. ഈ ഒരു ടേബിൾ പഠിച്ചോളണം കേട്ടോ. ഇനി ആ ടേബിളിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിച്ച് മോളിക്യൂൾസ് ഇൻ ദ ടേബിൾ കൺസിസ്റ്റ് ഓഫ് ദ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ്? ഒരേ ടൈപ്പ് ആറ്റംസ് അടങ്ങിയിട്ടുള്ള മോളിക്യൂൾസ് ഈ പട്ടികയിൽ ഏതാണ്? വിച്ച് ഓഫ് ദീസ് മോളിക്യൂൾസ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ്? ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ആറ്റംസ് അടങ്ങിയിട്ടുള്ള മോളിക്യൂൾ ഏതാണ്? ഏതൊക്കെയാണത്? അപ്പോൾ ഇവിടെ ഒരേ ആറ്റംസ് അല്ലേ, ഒരേ ഇനം ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള മോളിക്യൂൾസ് ഏതൊക്കെയാണ്? അത് ഓക്സിജനും ക്ലോറിനും ഹൈഡ്രജനുമാണ്. ഓക്സിജനും ക്ലോറിനും ഹൈഡ്രജനുമാണ് ഒരേ ഇനം സെയിം ആറ്റംസ് അടങ്ങിയിട്ടുള്ള മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇനി വ്യത്യസ്ത ഇനം ഡിഫറെൻറ്റ് ആറ്റംസ് അടങ്ങിയിട്ടുള്ള മോളിക്യൂൾസ് ഏതൊക്കെയാണ്? അമോണിയ,
മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്. അമോണിയയും മീഥെയിനും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. മീഥെയിനിൽ കാർബണും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. അമോണിയയിൽ നൈട്രജനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. എന്നാൽ ഓക്സിജനിൽ 2 ഓക്സിജൻ്റെ ആറ്റമാണുള്ളത്. ഒരേ ആറ്റമാണല്ലോ, 2 ഒരേപോലത്തെ ഓക്സിജൻ്റെ ആറ്റം. അതുപോലെ ക്ലോറിനിൽ 2 ക്ലോറിൻ്റെ ആറ്റമാണ്. അതുപോലെ ഹൈഡ്രജനിൽ 2 ഹൈഡ്രജൻ്റെ ആറ്റമാണ്. മനസ്സിലായല്ലോ. എന്താ ഇവിടെ ഈ താഴെ ബോക്സിൽ തന്നിട്ടുള്ളത് കണ്ടോ? അതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു യൂണിറ്റിൻ്റെ പേരെന്താണ്? എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, അതായത് മൂലകങ്ങളും സംയുക്തങ്ങളും. അവയുടെ ഒരു ഡെഫിനിഷനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എലമെൻറ്റ്സ് ആർ പ്യൂർ സബ്സ്റ്റൻസസ് മേഡ് അപ്പ് ഓഫ് ദ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ്. ഒരേ ഇനത്തിലുള്ള, ഒരേ ടൈപ്പിലുള്ള ആറ്റം കൊണ്ട് നിർമ്മിതമായ പ്യുവർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ശുദ്ധ പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എലമെന്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂലകങ്ങൾ. മനസ്സിലായോ? എലമെന്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ്, ശുദ്ധ പദാർത്ഥങ്ങളാണ് എലമെന്റ്സ്. മെയ്ഡ് അപ്പ് ഓഫ്, നിർമ്മിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? ദ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ്, ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട്. They cannot be further divided into components through chemical reaction. ആ കെമിക്കൽ റിയാക്ഷനിലൂടെ അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിലൂടെ ഇവയെ നമുക്ക് ഫർദർ വീണ്ടും വിഘടിപ്പിക്കാൻ കഴിയില്ല, വീണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. They cannot be further divided. ഇവയെ വീണ്ടും വിഘടിപ്പിക്കാൻ കഴിയില്ല, ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. into components through chemical reaction. രാസപ്രവർത്തനത്തിലൂടെ ഘടകങ്ങളായിട്ട് ഇവയെ വീണ്ടും വിഘടിപ്പിക്കാൻ കഴിയില്ല. മനസ്സിലായോ? ഇനി നമ്മൾ കോമ്പൗണ്ട്സിന്റെ ഡെഫിനിഷനാണ് പറയാൻ പോകുന്നത്. കോമ്പൗണ്ട്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ്. കോമ്പൗണ്ട്സും എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ശുദ്ധപദാർത്ഥങ്ങളാണ്. ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ഓഫ് 2 or more elements in a fixed ratio. 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ കെമിക്കൽ റിയാക്ഷനിലൂടെ അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിലൂടെ ഒരു ഫിക്സഡ് റേഷ്യോയിൽ, നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന പ്യുവർ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കോമ്പൗണ്ട്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ്. പ്യുവർ സബ്സ്റ്റൻസ് ആണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ഓഫ് 2 or more elements. 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ്. എങ്ങനെ? ഇൻ എ ഫിക്സഡ് റേഷ്യോ, ഒരു നിശ്ചിത അനുപാതത്തിൽ കൂടിച്ചേർന്നാണ് എന്ത് രൂപം കൊള്ളുന്നത്? കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സംയുക്തങ്ങൾ രൂപം കൊള്ളുന്നത്. ദീസ് ക്യാൻ ബി ഡിസോസിയേറ്റഡ് ഇൻറ്റു കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ത്രൂ കെമിക്കൽ റിയാക്ഷൻ. ഇവയെന്ന് വെച്ചാൽ ഈ കോമ്പൗണ്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റും, വിഘടിപ്പിക്കാൻ കഴിയും. ഇൻറ്റു കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ത്രൂ കെമിക്കൽ റിയാക്ഷൻ. ഈ കോമ്പൗണ്ട്സിന് നമുക്ക് എന്താണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഘടകമൂലകങ്ങളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഏതിലൂടെ? കെമിക്കൽ റിയാക്ഷനിലൂടെ. മനസ്സിലായോ? ദീസ് ക്യാൻ ബി ഡിസോസിയേറ്റഡ്. ഇതിനെ നമുക്ക് ഡിസോസിയേറ്റ് ചെയ്യാം. ഈ സംയുക്തങ്ങളെ അല്ലെങ്കിൽ കോമ്പൗണ്ട്സിനെ നമുക്ക് വിഘടിപ്പിക്കാൻ കഴിയും. എങ്ങനെയാണ്? ഇൻറ്റു കോൺസ്റ്റിറ്റ്യൂവൻസ് എലമെന്റ്, അതായത് അതിൻ്റെ ഘടകമൂലകങ്ങളായിട്ട്. അതായത് ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് അല്ലെങ്കിൽ ഘടകമൂലകങ്ങൾ എന്ന് പറയുന്നത് കാർബണും ഓക്സിജനുമാണ്. അപ്പോൾ ഈ കാർബണായിട്ടും ഓക്സിജനായിട്ടും അവയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസോസിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് എലമെന്റ്സിൻ്റെയും കോമ്പൗണ്ട്സിൻ്റെയും ഡെഫിനിഷൻ. പഠിച്ചോളണം കേട്ടോ. ഇനി കാറ്റഗറൈസ് ദ ഫോളോയിങ് ഇൻറ്റു എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അവയെ നമ്മൾ എലമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും കാറ്റഗറൈസ് ചെയ്യണം. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓക്സിജൻ, വാട്ടർ, സോൾട്ട്, ഷുഗർ, കാർബൺ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, മാഗ്നീഷ്യം ഓക്സൈഡ്. ഇവയെ എലമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും കാറ്റഗറൈസ് ചെയ്ത് എഴുതണം. അതായത് ഇവിടെ സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ, ആറ്റംസ് ആണെങ്കിൽ അത് എലമെന്റ്സ് ആയിരിക്കും അല്ലേ. സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ആണെങ്കിൽ അത് എലമെന്റ്സ് ആയിരിക്കും. ഡിഫറെൻ്റ് ആണെങ്കിൽ അത് കോമ്പൗണ്ട്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സ് ഏതിനൊക്കെയാണ്? ഓക്സിജനും കാർബണും നൈട്രജനും. കാർബണിന് 2 എണ്ണം ഉണ്ട്, 1 എണ്ണേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇവിടെ എഴുതിയേക്കുന്നതിൽ 2 എണ്ണം ഉണ്ട്, 2 എണ്ണം ഇല്ല, 1 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഓക്സിജൻ, കാർബൺ, നൈട്രജൻ. ഓക്കെ ആണല്ലോ. ഇനി കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? അപ്പോൾ വാട്ടർ കോമ്പൗണ്ട്സ് ആണ്. H2O, സോൾട്ട്, NaCl, സോഡിയം ക്ലോറൈഡ്, പിന്നെ ഷുഗർ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ അമോണിയ, മാഗ്നീഷ്യം ഓക്സൈഡ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ ആണല്ലോ. മലയാളം മീഡിയംകാർ ഇവിടെ വാട്ടറിന് പകരം ജലം, സോൾട്ട് എന്ന് വെച്ചാൽ കറിയുപ്പ്, ഷുഗർ എന്ന് പറയുമ്പോൾ പഞ്ചസാര. ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ. അങ്ങനെ എഴുതി ചേർത്താൽ മതി. അടുത്തതായിട്ട് ഇതാ ഇവിടെ കുറേ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? കുറേ സിമ്പിൾസ് കൊടുത്തേക്കുന്നു. വി യൂസ് മെനി സൈൻസ് ലൈക്ക് ദ എബോവ് വൺസ് ഇൻ അവർ ഡേ കമ്മ്യൂണിക്കേഷൻ. ഡു യു നോ വാട്ട് ദീസ് സൈൻസ് റെപ്രസെൻറ്റ്സ്? അതായത് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ കുറേ സിമ്പിൾസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഓരോ സിമ്പിൾസും എന്തിനെ കുറിച്ചുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈ ആർ ദേ യൂസ്ഡ്? എന്തിനായിരിക്കും ഈ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഈ സിമ്പിൾസ് എന്തിനെ കുറിച്ചുള്ളതാണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ അത് നമുക്കിവിടെ പഠിക്കുകയൊന്നും വേണ്ട. എന്നാലും ഇത് എന്തിനെക്കുറിച്ചുള്ള സിമ്പിൾസാണ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് മുകളിൽ ഓരോന്നിൻ്റെ. റേഡിയോ ആക്റ്റീവ്, രണ്ടാമത്തത് യൂണിസെഫ്, മൂന്നാമത്തത് റെഡ് ക്രോസ്, നാലാമത്തത് റുപ്പിയുടെ സൈൻ. പിന്നെ താഴത്തെ റോയിലാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് കിടക്കുന്നത് മെഡിക്കൽ സിമ്പിളാണ്. രണ്ടാമത് കിടക്കുന്നത് ലോ ഓർ അഡ്വക്കേറ്റിൻ്റെ ലോയുടെയൊക്കെ സൈനാണ്. മൂന്നാമത് കിടക്കുന്നത് പെഡസ്ട്രിയൻ ക്രോസിങ്ങിൻ്റെ സിമ്പിളാണ്. ഏറ്റവും ലാസ്റ്റ് വൺ നാലാമത് കിടക്കുന്നത് സ്കൂൾ സോണിൻ്റെ സിമ്പിളാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പെഡസ്ട്രിയൻ ക്രോസിങ്ങും സ്കൂൾ സോണിൻ്റെ സിമ്പിൾസും ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതുപോലെ റുപ്പിയുടെ സൈൻ നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ മെഡിക്കൽ സിമ്പിൾ ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ആ സിമ്പിൾസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. ഇവിടെ എഴുതിയേക്കുന്നത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഈ സിമ്പിളാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ നമ്മൾ അല്ലെങ്കിൽ ഒരു ചിഹ്നം നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് വളരെ ലളിതമായിട്ടും വ്യക്തമായിട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സിമിലർലി സൈൻസ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എലമെൻറ്റ്സ്. നമ്മൾ എലമെൻറ്റ്സിനെ സൂചിപ്പിക്കാനും നമുക്ക് സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ നോൺ ആസ് കെമിക്കൽ സിമ്പിൾസ്. ഇവയെ കെമിക്കൽ സിമ്പിൾസ് എന്നാണ് പറയുന്നത്. കെമിക്കൽ സിമ്പിൾസ് മലയാളത്തിൽ നമ്മൾ പ്രതീകങ്ങൾ എന്ന് പറയുന്നു. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? എ സിമ്പിൾ അല്ലെങ്കിൽ പ്രതീകം റെപ്രസെൻറ്റ്സ് ആൻ ആറ്റം ഓഫ് ആൻ എലമെൻറ്റ്. ഒരു എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മൂലകത്തിൻ്റെ ഒരു ആറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ സിമ്പിൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ കെമിക്കൽ സിമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. The modern symbol system of representing elements by letters was introduced by a scientist named Berzelius. Berzelius എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹമാണ് ഈ അക്ഷരങ്ങളൊക്കെ ഉപയോഗിച്ച് ലെറ്റേഴ്സൊക്കെ ഉപയോഗിച്ച് ഈ എലമെൻസിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആവിഷ്കരിച്ചത്. മനസ്സിലായോ? അപ്പോൾ എലമെൻസിനെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ എലമെൻസിനെ സിമ്പിൾസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ആവിഷ്കരിച്ചത് ആരാണ്? ബെർസിലിയസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് കേട്ടോ. ഒറിജിൻ ഓഫ് സിമ്പിൾസ്. The elements hydrogen is represented by the letter H. H എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഹൈഡ്രജനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദി നെയിം ഓഫ് ദി എലമെൻറ്റ് ഈസ് യൂസ്ഡ് ഹിയർ ആസ് ദ സിമ്പിൾ. അതായത് ആ എലമെൻറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? എച്ച്. അത് വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ, സിമ്പിളായിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നോട്ട് ദാറ്റ് ദ ലിസ്റ്റ് ഓഫ് അതർ എലമെൻറ്റ്സ് റെപ്രസെൻറ്റഡ് ബൈ ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദെയർ നെയിം എക്സ്പാൻഡ് ദ ലിസ്റ്റ് ബൈ ആഡിങ് മോർ എലമെൻറ്റ്സ്. അതായത് ഓരോ എലമെൻറ്റിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ച് സിമ്പിളിനെ കാണിക്കുന്നത് ആണ് ഇവിടെ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. നോക്കിയോളൂ, വേറെ കുറച്ച് മൂലകങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്ത് ഈ ഒരു ടേബിൾ എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് കാർബണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സി അല്ലേ, നൈട്രജൻ ആണെങ്കിൽ എൻ, സൾഫർ ആണെങ്കിൽ എസ്, ഓക്സിജൻ ആണെങ്കിൽ ഒ. അതേപോലെ ബാക്കി വേറെ ഏതൊക്കെ മൂലകങ്ങൾ നമുക്ക് ഇതേപോലെ കൊടുക്കാൻ പറ്റും? നോക്കിയോളൂ, ഫ്ലൂറിൻ, സൾഫർ, ഫോസ്ഫറസ്, അയഡിൻ, ഇതൊക്കെ നമുക്ക് ഇതേപോലെ. ഇതിൻ്റെ ഫ്ലൂറിൻ്റെ ഫസ്റ്റ് ലെറ്റർ എഫ് ആണ്, അതുപോലെ സൾഫറിൻ്റെ ഫസ്റ്റ് ലെറ്റർ എസ് ആണ്. അപ്പോൾ സൾഫറിനെ സൂചിപ്പിക്കുന്ന എസ് എന്ന് വെച്ചിട്ട്, ഫോസ്ഫറസ് പി, അതുപോലെ അയഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഐ വെച്ചിട്ട്. ഇനി നോക്കിയോളൂ, ദ എലമെൻറ്റ് ഹീലിയം ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സിമ്പിൾ എച്ച് ഇ. ഹീലിയം എന്ന് പറഞ്ഞ എലമെൻറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എച്ച് ഇ എന്ന് പറയുന്ന ആ ഒരു എച്ച് ഇ എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെറ്റേഴ്സ് ഓഫ് ദി ഇംഗ്ലീഷ് നെയിം ആർ യൂസ്ഡ് ഹിയർ. ഇവിടെ എലമെൻറ്റിൻ്റെ ആദ്യത്തെയും രണ്ടാമത്തെയും ലെറ്റേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. വാട്ട് കുഡ് ബി ദ റീസൺ? അതിൻ്റെ കാരണം എന്താണ്? some elements are represented by another letter along with the first letter of the English name in uppercase. See more example of using two letters as symbols. അതായത് ചില എലമെൻറ്റ്സ് നമ്മളിങ്ങനെ രണ്ട് ലെറ്റേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ക്യാപ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും നമ്മൾ കൊടുക്കുന്നത് സ്മോൾ ലെറ്റർ ആയിട്ടായിരിക്കും. അങ്ങനെ എലമെൻറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഹീലിയം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഏതൊക്കെയാണ്? അലുമിനിയം ഉണ്ട്, ക്ലോറിൻ, അലുമിനിയം AL, ക്ലോറിൻ CL, ക്യൂറിയം CM, പിന്നെ കാൽസ്യം എങ്ങനെയാണ്? CA. The first letter of the English name is used uppercase along with the second letter of any other prominent letter in lower case. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ മാത്രമാണ് നമ്മൾ അപ്പർ കേസിൽ എഴുതേണ്ടത്, സെക്കൻഡ് ലെറ്റർ എന്താണ്? ലോവർ കേസിലാണ് എഴുതുന്നത്. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ആൻഡ് എക്സ്പാൻഡ് ദ ലിസ്റ്റ്. ഈ ലിസ്റ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടൈറ്റാനിയത്തിൻ്റെ സിമ്പിൾ TI ആണ്, T പിന്നെ സ്മോൾ ലെറ്റർ I. പിന്നെ റുബീഡിയം RB വെച്ചിട്ടാണ് റെപ്രസെൻറ്റ്. അതുപോലെ ബേരിയം BA, അതുപോലെ മാംഗനീസ് MN. കണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് എന്താണ്? ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററും സെക്കൻഡ് ലെറ്റർ സ്മോൾ ലെറ്ററും ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത നോക്കിയോളൂ, ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദി സം എലമെൻറ്റ്സ് ഹാവ് സിമ്പിൾസ് ബേസ്ഡ് ഓൺ ദെയർ ലാറ്റിൻ നെയിംസ്. എന്നാൽ ചില മൂലകങ്ങൾക്ക്, ചില എലമെൻറ്റ്സിന് അവയുടെ ലാറ്റിൻ പേരിൽ നിന്നാണ്
സിമ്പിൾസ് സ്വീകരിച്ചിട്ടുള്ളത്. അതിന് എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. എലമെൻറ്റ്സ് സോഡിയത്തിൻ്റെ ലാറ്റിൻ പേര് നാട്രിയം. എന്താണ്? നാട്രിയം. അതിൻ്റെ സിമ്പിൾ അപ്പം Na. അതുപോലെ പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നെയിം കാലിയം. കെ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി അയണിൻ്റെ ലാറ്റിൻ നെയിം ഫെറം. അത് ഏത് വെച്ചിട്ട് റെപ്രസെൻറ്റ്? Fe. അതുപോലെ ഗോൾഡിൻ്റെത് ഓറം. Au. അതുപോലെ കോപ്പറിൻ്റെ കുപ്രം. Cu. അപ്പോൾ ഇതേപോലെ ലാറ്റിൻ നെയിം വെച്ചിട്ടാണ് ചില എലമെൻറ്റ്സിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ടേബിൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. അത് നമുക്ക് ചെയ്യാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് സിൽവറിൻ്റെ ലാറ്റിൻ നെയിം അർജൻറ്റം. എന്താണ്? അർജൻറ്റം. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Ag. അതുപോലെ ടിന്നിൻ്റെ ലാറ്റിൻ നെയിം സ്റ്റാനം. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Sn. അതുപോലെ ആൻറ്റിമണിയുടെ ലാറ്റിൻ നെയിം സ്റ്റിബിയം. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Sb. അതുപോലെ മെർക്കുറിയുടെ ലാറ്റിൻ നെയിം ഹൈഡ്രാജുറം. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Hg. അത് താഴെ കൊടുത്തിട്ടുണ്ട്. വെള്ളി അർജൻറ്റം Ag, ടിൻ സ്റ്റാനം Sn, ആൻറ്റിമണി സ്റ്റിബിയം Sb, മെർക്കുറി ഹൈഡ്രാജുറം Hg. ഹൗ എലമെൻറ്റ്സ് ഗോട്ട് ദെയർ നെയിംസ്. മൂലകങ്ങൾക്ക് പേര് വന്ന വഴികൾ. എങ്ങനെയാണ് മൂലകങ്ങൾക്ക് പേര് വന്നതെന്നുള്ളത്. വെൻ യു ഹിയർ ദ നെയിംസ് ഓഫ് ദി എലമെൻറ്റ്സ് ഫ്രാൻസിയം ആൻഡ് ഐൻസ്റ്റീനിയം, ഡോണ്ട് യു റീകോൾ ദ കൺട്രി ഫ്രാൻസ് ആൻഡ് ദ സയൻറ്റിസ്റ്റ് ഐൻസ്റ്റീൻ. അതായത് നിങ്ങൾ ഫ്രാൻസിയം, ഐൻസ്റ്റീനിയം എന്ന് പറഞ്ഞിട്ട് 2 മൂലകങ്ങളുണ്ട്, 2 എലമെൻറ്റ്സ് ഉണ്ട്. അവയുടെ പേരുകൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ഫ്രാൻസിയം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഓർമ്മ വരുന്നത്? ഫ്രാൻസ് എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിന് ഓർമ്മ വരും. അതുപോലെ ഐൻസ്റ്റീനിയം എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞനെ ഓർമ്മ വരും അല്ലേ? എലമെൻറ്റ്സ് ആർ നെയിംഡ് നോട്ട് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ദി കൺട്രി, സയൻറ്റിസ്റ്റ്, but also on the basis of the color, name of planets, satellites, continents, etc. അതായത് രാജ്യം, അതുപോലെ ഈ സയൻറ്റിസ്റ്റ്, ഇവരുടെ പേര് മാത്രമല്ല നമ്മൾ ഈ എലമെൻറ്റ്സിന് കൊടുക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ്? ഒരു കളറിൻ്റെ പേര് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നെയിം ഓഫ് പ്ലാനറ്റ്സ്, പ്ലാനറ്റിൻ്റെ പേര്, പ്ലാനറ്റ് എന്ന് നമ്മുടെ ഗ്രഹങ്ങളുടെ പേര് കൊടുക്കുന്നുണ്ട്. സാറ്റലൈറ്റ്സ്, ഉപഗ്രഹങ്ങളുടെ പേര് കൊടുക്കുന്നുണ്ട്. പിന്നെ കോണ്ടിനെൻറ്റ്സ്, നമ്മുടെ ഭൂഖണ്ഡം അല്ലെങ്കിൽ വൻകര, അതിൻ്റെ പേര് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ മൂലകങ്ങൾക്ക് അല്ലെങ്കിൽ എലമെൻറ്റ്സിന് പേര് കൊടുക്കാറുണ്ട്. ഫൈൻഡ് ഔട്ട് ഹൗ ദ എലമെൻറ്റ്സ് ഗിവൺ ബിലോ ഗോട്ട് ദെയർ നെയിംസ്. താഴെ 3 പേരുകൾ തന്നിട്ടുണ്ട് എലമെൻറ്റ്സിൻ്റെ പേര്. എങ്ങനെയാണ് ഇവയ്ക്ക് ഈ പേര് കിട്ടിയത് എങ്ങനെയാണെന്ന് നമ്മൾ എഴുതണം. ഏതൊക്കെയാണ്? ക്രോമിയം, ഇറിഡിയം, നെപ്റ്റ്യൂണിയം. നോക്കിയോളൂ. ക്രോമിയം ഡെറൈവ് ചെയ്തേക്കുന്നത് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ക്രോമ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കളർ. അപ്പോൾ ക്രോമ എന്ന് പറയുന്ന ആ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ക്രോമിയം എന്ന് പറയുന്ന എലമെൻറ്റ് ഡെറൈവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്താണ്? കളർ. അതുപോലെ ഇറിഡിയം ഡെറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഐറിസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇറിഡിയം ഡെറൈവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് റെയിൻബോ. അപ്പോൾ ഈ ഇറിഡിയം എന്ന് പറഞ്ഞ പേര് കൊടുക്കാൻ കാരണം ഈ ഇറിഡിയം എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ റെയിൻബോ എന്ന് വെച്ചാൽ ഒരു 7 കളറിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഐറിസ് എന്ന് പറഞ്ഞാൽ ആ ഗ്രീക്ക് വേർഡിൽ നിന്ന് ഇറിഡിയം എന്ന് പറയുന്ന പേര് കിട്ടിയിരിക്കുന്നത്. ഐറിസ് എന്ന് പറയുന്ന ആ പേരിൻ്റെ മീനിങ് എന്താണ്? റെയിൻബോ. അടുത്തത് നെപ്റ്റ്യൂണിയം. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഡെറൈവ്ഡ് ഫ്രം ദ പ്ലാനറ്റ് നെയിം നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന പ്ലാനറ്റിൻ്റെ പേരിൽ നിന്നാണ് നെപ്റ്റ്യൂണിയം എന്ന് പറയുന്ന എലമെൻറ്റ് ഡെറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത മലയാളം മീഡിയംകാർക്കുള്ളത് ക്രോമിയം എന്ന് പറയുന്നത് നിറം എന്നർത്ഥം വരുന്ന ക്രോമ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അടുത്ത ഇറിഡിയം മഴവില്ല് എന്നർത്ഥം വരുന്ന ഐറിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. നെപ്റ്റ്യൂൺ എന്ന ഗ്രഹനാമത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്, അല്ലെങ്കിൽ എന്ന ഗ്രഹത്തിന്റെ പേരിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അങ്ങനെ എഴുതാം കേട്ടോ. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ മൂലകങ്ങളുടെ വർഗീകരണം. ഒബ്സർവ് ദ പിക്ചർ. ഹാവ് യു എവർ സീൻ ബുക്സ് അറേഞ്ച്ഡ് ഇൻ എ ലൈബ്രറി? നമ്മൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ നല്ല കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടിട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതിൻ്റെ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് അറേഞ്ചിങ് ബുക്സ് by categorizing them into essays, poems, stories, novels, etc. ഈ പോയംസ് ആയിട്ട് സ്റ്റോറീസ്, നോവൽസ്, എസ്സേസ് ഇങ്ങനെയൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയാണ്? നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ വന്ന് പോയംസ് ആണ് വേണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന പോയംസ് ഇരിപ്പുണ്ട് എന്ന് പറയാം. അപ്പോൾ ആ പോയംസ് മാത്രമുള്ള അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണമാണത്. നോക്കിയോളൂ. എലമെന്റ്സ് ആർ ആൾസോ ക്ലാസിഫൈഡ് ഇൻ ദിസ് മാനർ. എലമെന്റ്സിനെ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വച്ചിട്ടുണ്ട്. സോ ഫാർ 118 elements have been discovered which include
നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് എലമെന്റ്സ്. ഒരു പോയിന്റാണ് ഇവിടെ. മൊത്തം ഇതുവരെ നമ്മൾ 118 എലമെന്റ്സ് ആണ് കണ്ടെത്തിയിട്ടുള്ളത്, ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. എത്രണ്ണമാണ്? അപ്പോൾ ടോട്ടൽ എത്ര എലമെന്റ്സ് ആണ് ഇതുവരെ നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുള്ളത്? 118. എത്രയാണ്? 118 കേട്ടോ. അത്രയും എലമെന്റ്സ് ആണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ തന്നെ നാച്ചുറൽ എലമെന്റ്സ് ഉണ്ട്, സിന്തറ്റിക് എലമെന്റ്സ് ഉണ്ട്. എന്താണ് നാച്ചുറൽ എലമെന്റ്സ് ആൻഡ് സിന്തറ്റിക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ? നാച്ചുറൽ എന്ന് വെച്ചാൽ പ്രകൃതിദത്തമായിട്ടുള്ളത്, സിന്തറ്റിക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ളത്. മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്, അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള എലമെന്റ്സും ഉണ്ട്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റഡി ഓൾ ദീസ് എലമെന്റ്സ് ആൻഡ് ദെയർ കോമ്പൗണ്ട്സ് സെപ്പറേറ്റ്ലി. ഈ എല്ലാ എലമെന്റ്സിനെ കുറിച്ചും അവയുടെ കോമ്പൗണ്ട്സിനെ കുറിച്ചും ഒക്കെ എങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയതാണ്. ഇറ്റ് വുഡ് ബി ഈസിയർ ഇഫ് എലമെന്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഗ്രൂപ്പ്സ്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരേ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് ഗ്രൂപ്പുകളാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം, അല്ലേ? അങ്ങനെയല്ലേ? അപ്പം നോക്കിയുള്ളൂ, ദ പീരിയോഡിക് ടേബിൾ കേട്ടിട്ടുണ്ടോ? പീരിയോഡിക് ടേബിൾ, ആവർത്തന പട്ടിക എന്ന് പറയും. പീരിയോഡിക് ടേബിൾ ഈസ് എ ടേബിൾ ഇൻ വിച്ച് ഓൾ ദ എലമെന്റ്സ് ആർ കാറ്റഗറൈസ്ഡ് ആൻഡ് അറേഞ്ച്ഡ് ബേസ്ഡ് ഓൺ ദെയർ പ്രോപ്പർട്ടീസ്. ഇങ്ങനെ എലമെന്റ്സിനെ എല്ലാം അവയുടെ പ്രോപ്പർട്ടീസിനെയൊക്കെ ബേസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടേബിളാണ് എന്ത് പറയുന്നത്? ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? പീരിയോഡിക് ടേബിൾ ഈസ് എ ടേബിൾ. പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഒരു ടേബിളാണ്, ഒരു പട്ടികയാണ്. ഇൻ വിച്ച്, ഇവിടെ എന്താണുള്ളത്? ഓൾ ദ എലമെന്റ്സ്, എല്ലാ എലമെന്റ്സും, എല്ലാ മൂലകങ്ങളെയും ആർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ആൻഡ് അറേഞ്ച്ഡ്, പിന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദെയർ പ്രോപ്പർട്ടീസ്, അവയുടെ പ്രോപ്പർട്ടീസ് അനുസരിച്ച്, അല്ലെ, അവയുടെ ഗുണങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണോ അതിനനുസരിച്ച് എല്ലാ എലമെന്റ്സിനെയും കാറ്റഗറൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടേബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മലയാളം മീഡിയത്തിൽ മൂലകങ്ങളെയെല്ലാം വർഗീകരിച്ച് ക്രമപ്പെടുത്തിയ പട്ടികയാണ് ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ. അനലൈസ് ദ പീരിയോഡിക് ടേബിൾ ആൻഡ് റൈറ്റ് ഡൗൺ ദ നെയിം ആൻഡ് സിംബൽ ഓഫ് എനി 5 എലമെന്റ്സ്. ഈ ആവർത്തന പട്ടിക നമ്മളൊന്ന് അനലൈസ് ചെയ്ത് അതിൻ്റെ അകത്ത് 5 മൂലകങ്ങളുടെ പേരും അതിൻ്റെ സിംബലും എഴുതണം. അപ്പോൾ തന്നിട്ടില്ലേ? ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ടോട്ടൽ 118 എലമെന്റ്സ് ആണുള്ളത്. അവസാനമുള്ള എലമെന്റ്സ് ഒക്കെ എന്താണ്? സിന്തറ്റിക് എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമാണ്, മനുഷ്യർ കണ്ടുപിടിച്ചതാണ്. പിന്നെ നാച്ചുറൽ എലമെന്റ്സും അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു 5 എലമെന്റ് പേരെഴുതുക, എന്നിട്ട് അതിൻ്റെ സിമ്പലും ഹൈഫൻ ഇട്ടിട്ട് അതിൻ്റെ സിമ്പലും എഴുതുക. ഇപ്പൊ ഹൈഡ്രജൻ എന്ന പേരാണ് നിങ്ങൾ എഴുതണമെങ്കിൽ ഹൈഫൻ ഇട്ടിട്ട് എച്ച് എന്നിടുക. എച്ച് ആണല്ലോ ഹൈഡ്രജന്റെ സിമ്പൽ. അതുപോലെ കാർബൺ എന്ന പേരാണ് എഴുതണമെങ്കിൽ ഹൈഫൻ ഇട്ടിട്ട് സി എന്ന് എഴുതുക. സി ആണ് കാർബണിന്റെ സിമ്പൽ. അതേപോലെ ഏതെങ്കിലും ഒരു 5 എലമെന്റ്, ഇവിടെ ഈ എലമെന്റിന്റെ പേരും അതിന്റെ സിമ്പലും ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടല്ലോ? അപ്പൊ അത് നിങ്ങൾ എഴുതുക കേട്ടോ, ആ ഒരു ആക്ടിവിറ്റി. അടുത്തത് ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വിച്ച് എലമെന്റ്സ് വെയർ ആഡഡ് റീസെൻ്റ്ലി ഇൻ ദ പീരിയോഡിക് ടേബിൾ? നമ്മുടെ പീരിയോഡിക് ടേബിളിൽ റീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് ആഡ് ചെയ്ത എലമെന്റ് ഏതാണെന്ന്. അതായത് ഏറ്റവും അവസാനം നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്ത എലമെന്റ്സ് ഏതൊക്കെയാണ് അതിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കത് ഏതൊക്കെ എലമെന്റ്സ് ആണെന്ന് നോക്കാം. ഈ തന്നിട്ടുള്ള 4 എലമെന്റ്സ് ആണ് ഏറ്റവും അവസാനം നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ആഡ് ചെയ്ത 4 എലമെന്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? നിഹോണിയം, അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് NH, മോസ്കോവിയം MC, ടെന്നസിൻ TS, ഒഗനസൺ OG. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറയും. നിങ്ങൾ ഇനി പഠിക്കും. ഇവിടെയൊക്കെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നിഹോണിയം 113, മോസ്കോവിയം 115, ടെന്നസിൻ 117. ഏറ്റവും അവസാനം ആഡ് ചെയ്തതാണ് 118ാമത്തെ എലമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ പീരിയോഡിക് ടേബിളിൽ മൊത്തം 118 എലമെന്റ്സ് ആണുള്ളത്. ഏറ്റവും അവസാനം ആഡ് ചെയ്ത 118ാമത്തെ എലമെന്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഒഗനസൺ ആണ്. ഏതാണ്? ഒഗനസൺ. അതിന്റെ സിമ്പല് OG. ഓക്കെ ആണല്ലോ? അപ്പൊ 118ാമത്തെ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ 118ാമനായിട്ട് നമ്മളെ എന്താണ് പീരിയോഡിക് ടേബിളിൽ ആഡ് ചെയ്തതാണ് ഒഗനസൺ എന്ന് പറയുന്ന എലമെന്റ്. എലമെന്റ്സ് എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. ഈ മൂലകങ്ങൾ വിവിധ സ്റ്റേറ്റുകളിലാണ് കാണപ്പെടുന്നത്, അല്ലേ? വിവിധ സ്റ്റേറ്റുകളിൽ എന്ന് വെച്ചാൽ വിവിധ അവസ്ഥകളിൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്, അല്ലേ? ലിസ്റ്റ് ദ എലമെന്റ്സ് എക്സിസ്റ്റിംഗ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിന്റെ ഹെൽപ്പോട് കൂടി സോളിഡ് സ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന പിന്നെ എലമെന്റ്സ് ഏതൊക്കെയാണ്, ലിക്വിഡ് സ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്, ഗേഷ്യസ് സ്റ്റേറ്റിൽ ഉള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്, അത് നമ്മൾ അതെഴുതി നമ്മൾ ഈ ഒരു ടേബിൾ താഴെ തന്നിട്ടുണ്ട്. ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം.
അതിനു മുമ്പ് നമ്മൾ ഈ ഒരു പീരിയോഡിക് ടേബിളിനെ ഒന്ന് പഠിക്കണം. പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സ് ആണ് ഈ അറേഞ്ച് ചെയ്ത് വച്ചിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതിൻ്റെ അകത്ത് ഇവിടെ തന്നിട്ടുണ്ട് ഹിൻസ് എന്നും പറഞ്ഞിട്ട് കണ്ടോ. അതിൻ്റെ അകത്ത് റെഡ് കളറിൽ തന്നിട്ടുള്ള ആ ഒരു ബോക്സ്, റെഡ് കളറിൽ തന്നിട്ടുള്ള ബോക്സ് എന്ന് പറയുന്നത് ഗ്യാസസ് ആണ്. അതായത് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സ്, വാതകാവസ്ഥയിലുള്ള എലമെന്റ്സ്. ഏതൊക്കെയാണ് അതിന് എക്സാമ്പിൾ? ഇവിടെ ഹൈഡ്രജൻ, അതുപോലെ നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, ഇതൊക്കെ എന്താണ്? വാതകാവസ്ഥയിൽ അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സ് ആണ്. കണ്ടോ. അപ്പോൾ റെഡ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ തന്നിട്ടുള്ള എലമെന്റ്സ് എല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളതാണ്. ഇനി ലിക്വിഡ് സ്റ്റേറ്റിൽ ഇവിടെ ബ്ലൂ കളറിൽ തന്നിട്ടുള്ള എലമെന്റ്സ് എല്ലാം ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതാണ് അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലുള്ളതാണ്. അതാണ് ഇവിടെ തന്നിട്ടുള്ള സീസിയം, ഫ്രാൻസിയം, അതുപോലെ മെർക്കുറി, ഗാലിയം, ബ്രോമിൻ, ഇതൊക്കെ എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സ് ആണ്. ഇനി നമുക്കിനി സോളിഡ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സും വേണം അല്ലേ? അല്ലാതെ ഇവിടെ ഈ വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ തന്നിട്ടുള്ളത് എല്ലാം സോളിഡ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സ് ആണ്. അതായത് ലിഥിയം, ബെർലിയം, മഗ്നീഷ്യം, സോഡിയം, അലുമിനിയം, കാർബൺ, ഇതൊക്കെ എന്താണ്? അതൊക്കെ സോളിഡ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സ് ആണ്. ഇനി ഒരു ചെറിയൊരു റെഡ് കളർ ഫ്ലഷിന്റെ കളറിൽ കൊടുത്തിട്ടുണ്ട് എലമെന്റ്സ്. അതെന്താണ്? സിന്തറ്റിക് എലമെന്റ്സ്, അതായത് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള എലമെന്റ്സ്, മനുഷ്യർ നിർമ്മിച്ച എലമെന്റ്സ് ആണ്. അതെല്ലാം സിന്തറ്റിക് എലമെന്റ്സ് ആണ്. അപ്പോൾ ബാക്കി ഉള്ളതെല്ലാം നാച്ചുറൽ എലമെന്റ്സും ഫ്ലഷിന്റെ കളറിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ളതെല്ലാം എന്താണ്? സിന്തറ്റിക് എലമെന്റ്സും ആണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു പീരിയോഡിക് ടേബിളിൽ നിന്ന് പഠിക്കാനുള്ളത്. മനസ്സിലായോ? അത് അപ്പോൾ അങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് അറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓരോ ബോക്സിലും എലമെന്റിന്റെ പേര്, അതിന്റെ സിമ്പല്, അവയുടെ അറ്റോമിക് നമ്പർ, പിന്നെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, അതൊക്കെ നമ്മൾ ഇനി പഠിക്കും. ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ നോക്കിയുള്ളൂ. ഞാൻ ഇവിടെ ഒരു 4 എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ലിഥിയം, ബെർലിയം, സോഡിയം, മഗ്നീഷ്യം. ഈ 4 എലമെന്റ്സും സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളതാണോ? നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ഇനി ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ അകത്ത് ഏതൊക്കെ വാല്യൂസ് ആണ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ഏറ്റവും ടോപ്പിൽ, ലിഥിയത്തിന്റെ ഏറ്റവും ടോപ്പിൽ 3 കൊടുത്തിട്ടില്ലേ? അതാണ് അതിന്റെ അറ്റോമിക് നമ്പർ. പിന്നെ കൊടുത്തിട്ടുള്ളത് അതിന്റെ സിമ്പൽ അല്ലെങ്കിൽ പ്രതീകം, LI എന്ന് പറയുന്നത് അതിന്റെ സിമ്പൽ, അല്ലെങ്കിൽ പ്രതീകമാണ്. അതിന്റെ താഴെ കൊടുത്തിട്ടുള്ള അതിന്റെ പേര് ലിഥിയം, കണ്ടോ? അതതിന്റെ പേര്, ആ എലമെന്റിന്റെ പേര്. പിന്നെ അതിന്റെ താഴെ കൊടുത്തിട്ടുള്ളത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം 2, 1, കണ്ടോ? ഇതാണ് ഒരു പീരിയോഡിക് ടേബിളിലെ ഒരു എലമെന്റ് വന്നിട്ടുള്ള ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. മനസ്സിലായി? അതുപോലെ ബെർലിയത്തിന്റെയും കൊടുത്തിട്ടുണ്ട്. ബെർലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ്, സിമ്പൽ BE ആണ്, പേര് ബെർലിയം ആണ്, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2. ഇതാണ് സോളിഡ് ആയിട്ടുള്ള എലമെന്റ്സ്, ലിക്വിഡ് ആയിട്ടുള്ള എലമെന്റ്സ്, ഗേഷ്യസ് എലമെന്റ്സ്. നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിൽ നിന്ന് ഇത് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോളിഡ് എലമെന്റ്സ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കും. ഏതൊക്കെയാണ്? സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, കാർബൺ, സിലിക്കൺ, കോപ്പർ, അയൺ. ഇതിന്റെയൊക്കെ സിമ്പിൾസും ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കുക ഇങ്ങനെ. അടുത്ത ലിക്വിഡ് എലമെന്റ്സിന്റെ കളർ എന്താണ് പീരിയോഡിക് ടേബിളിൽ? ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലൂ കളറിലായിരിക്കും അല്ലേ? ബ്ലൂ കളറിലുള്ളതാണ് ലിക്വിഡ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ബ്രോമിൻ, ഗാലിയം, മെർക്കുറി, സീസിയം, ഫ്രാൻസിയം. അതിന്റെയൊക്കെ സിമ്പിൾസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഗേഷ്യസ് ഫോമിലുള്ള എലമെന്റ്സ്, അതായത് വാതക രൂപത്തിലുള്ള എലമെന്റ്സ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ കളർ ഒരു റെഡിഷ് കളർ ആയിരിക്കും, റെഡ് അല്ലെങ്കിൽ ബ്രൗൺ എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയുള്ള കളറിലുള്ളതാണ് ഗേഷ്യസ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഹൈഡ്രജൻ, ഹീലിയം. അപ്പോൾ അതിൻ്റെ മലയാളം മീഡിയം എന്താണ് ആ ഒരു ബോക്സിൽ ഫില്ല് ചെയ്യാനുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഖരമൂലകങ്ങൾ, ദ്രാവക മൂലകങ്ങൾ, വാതക മൂലകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, കാർബൺ, സിലിക്കൺ, ചെമ്പ്, ഇരുമ്പ്, ഇതെല്ലാം ഖരമൂലകങ്ങൾ. ഇനി ദ്രാവക മൂലകങ്ങൾ ബ്രോമിയം, ഗാലിയം, മെർക്കുറി, സീസിയം, ഫ്രാൻസിയം. വാതക മൂലകങ്ങളാണെങ്കിൽ നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവ. ഇനി ഇതിനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സിന്തറ്റിക് എലമെന്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലുള്ള സിന്തറ്റിക് എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. പീരിയോഡിക് ടേബിളിൽ സിന്തറ്റിക് എലമെന്റ്സും മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മുടെ പീരിയോഡിക് ടേബിളിൽ പിങ്ക് കളറിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള എലമെന്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? സിന്തറ്റിക് എലമെന്റ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ പിങ്ക് കളർ ബാക്ക്ഗ്രൗണ്ടിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ് ആ പീരിയോഡിക് ടേബിളിൽ നോക്കിയാൽ നമുക്ക് സിന്തറ്റിക് എലമെന്റ്സ് കിട്ടും. സിന്തറ്റിക് എലമെന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യനിർമ്മിത മൂലകങ്ങൾ. ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. ഇതിൻ്റെ അകത്ത് സിന്തറ്റിക് എലമെന്റ്സ് ഏതൊക്കെയാണ്? ഇവിടെ ടെക്നീഷ്യം, കണ്ടോ? ടെക്നീഷ്യം,
റുദർഫോഡിയം, ഡബ്നിയം, സിബോർജിയം, ബോറിയം, ഹേസിയം, അങ്ങനെ കുറേ മീഥേനിയം, അങ്ങനെ കുറേ സിന്തറ്റിക് എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പിങ്കിഷ് കളറിലുള്ളത് അല്ലേ, അതാണ് എന്ത് പറയുന്നത്, സിന്തറ്റിക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് കുറച്ച് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിന്തറ്റിക് എലമെന്റ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത മൂലകങ്ങൾ, ടെക്നീഷ്യം ഉണ്ട്, റുദർഫോഡിയം ഉണ്ട്, ബോറിയം ഉണ്ട്, നെപ്റ്റ്യൂണിയം ഉണ്ട്, പ്ലൂട്ടോണിയം ഉണ്ട്. അങ്ങനെ ഒത്തിരി അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേറെ എലമെന്റ്സ് എഴുതാവുന്നതാണ്. അടുത്ത നോക്കിയുള്ളൂ, ഏർലിയർ അറ്റംപ്റ്റ്സ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ആദ്യകാല ശ്രമങ്ങൾ. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു മോഡേൺ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആധുനിക ആവർത്തന പട്ടിക എന്ന് പറയുന്നത്, അതിലോട്ട് എത്തിച്ചേരുന്നതിന് മുൻപ് നിരവധി സയന്റിസ്റ്റ് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി ഓരോരോ രീതിയിൽ ഒരു പീരിയോഡിക് ടേബിളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യകാല ശ്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നോക്കിയോളൂ, അതിൽ ഫസ്റ്റ് ആളിൻ്റെ പേരാണ് അന്റോയിൻ ലവോസിയർ. ആരാണ്? അന്റോയിൻ ലവോസിയർ. ലവോസിയർ മെയ്ഡ് ദ ഏർലിയസ്റ്റ് അറ്റംപ്റ്റ്സ് ടു ക്ലാസിഫൈ എലമെന്റ്സ്. എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ആദ്യ ശ്രമം നടത്തിയ ഒരാളാണ് ആര്? ലവോസിയർ. അപ്പോൾ ഈ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ആദ്യ ശ്രമം നടത്തിയ ഒരാളായിരുന്നു ആര്? ലവോസിയ എന്ന് പറയുന്നത്. ഹി ക്ലാസിഫൈഡ്, അദ്ദേഹം എങ്ങനെയാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്? ദ ദെൻ നോൺ എലമെന്റ്സ് ഇൻറ്റു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അപ്പോൾ ഇപ്പം ഈ അടുത്ത കാലത്താണ് 118 എലമെന്റ്സ് എന്ന് പറയുന്ന എലമെന്റ്സ് വന്നത്. അപ്പോൾ ആദ്യകാലത്ത് അത്രയും എലമെന്റ്സ് ഉണ്ടായിരുന്നില്ല. ഈ ലവോസിയ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, അന്ന് നിലവിലുണ്ടായിരുന്ന എലമെന്റ്സിനെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്തു. അന്ന് നിലവിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരുന്നോ ആ എലമെന്റ്സിനെ മെറ്റൽസ് അല്ലെങ്കിൽ ലോഹങ്ങളെന്നും നോൺ മെറ്റൽസ് അല്ലെങ്കിൽ അലോഹങ്ങളെന്നും ക്ലാസിഫൈ ചെയ്തു. അപ്പം അറിയാലോ ലവോസിയ എലമെന്റ്സിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും. ഇനി അടുത്തത്, De Bruijner classified the elements of similar properties into groups of 3. De Bruijner ആരാണ്? De Bruijner എന്ന് പറയുന്ന മറ്റൊരു സയന്റിസ്റ്റ് എന്ത് ചെയ്തെന്നറിയാമോ? സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള അല്ലെങ്കിൽ ഒരേപോലത്തെ പ്രോപ്പർട്ടീസ് ഗുണങ്ങളൊക്കെ ഉള്ള എലമെന്റ്സിനെ 3 വീതമുള്ള ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തു. മൂന്നെണ്ണം വീതമുള്ള ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തു. അതായത് ഒരു ഗ്രൂപ്പിൽ 3 എലമെന്റ്സ്, അടുത്ത മറ്റൊരു ഗ്രൂപ്പിൽ 3 എലമെന്റ്സ്, അങ്ങനെ ക്ലാസിഫൈ ചെയ്തു. ദീസ് ഗ്രൂപ്പ്സ് വെയർ കാൾഡ് ട്രയാഡ്സ്. ഈ ഗ്രൂപ്പിന്, ഈ മൂന്നെണ്ണം ഉള്ള എലമെന്റ്സിന്റെ ഗ്രൂപ്പിന് നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ ഡെ ബ്രൈനർ വിളിച്ച പേരാണ് ട്രയാഡ്സ് എന്ന്, അല്ലെങ്കിൽ ത്രികകങ്ങൾ. 3 എലമെന്റ്സ് അല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ട്രയാഡ്സ് അല്ലെങ്കിൽ ത്രികകങ്ങൾ എന്ന് അദ്ദേഹം വിളിച്ചു. He stated that the atomic mass of the element in the middle of the triads was approximately the average of the atomic masses of the other 2 elements. He stated that. അദ്ദേഹം സ്റ്റേറ്റ് ചെയ്തത് എന്താണ്? അദ്ദേഹം സ്റ്റേറ്റ് ചെയ്തത് ദ അറ്റോമിക് മാസ് ഓഫ് ദി എലമെന്റ് ഇൻ ദ മിഡിൽ ഓഫ് ദി ട്രയാഡ്സ്. ഈ ഓരോ ട്രയാഡിൻ്റെയും, ഒരു ട്രയാഡിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ് ആണുള്ളത് അല്ലേ? ഈ ഓരോ ട്രയാഡ്സിൻ്റെയും മധ്യഭാഗത്തുള്ള മിഡിൽ പോർഷനിലുള്ള എലമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് മറ്റു 2 എലമെന്റ്സിന്റെ അറ്റോമിക് മാസിന്റെ ആവറേജ് ആണ് എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. മനസ്സിലായോ? ഹി സ്റ്റേറ്റഡ് ദാറ്റ്. എന്താണ് സ്റ്റേറ്റ് ചെയ്തത്? അറ്റോമിക് മാസ് ഓഫ് ദി എലമെന്റ് ഇൻ ദ മിഡിൽ ഓഫ് ദി ട്രയാഡ്സിന്റെ മിഡിൽ പോർഷനിലുള്ള എലമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് വാസ് അപ്രോക്സിമേറ്റ്ലി എന്ന് വെച്ചാൽ ഏകദേശം ദ ആവറേജ് ഓഫ് ദി അറ്റോമിക് മാസസ് ഓഫ് ദി അതർ 2 എലമെന്റ്സ്. മറ്റ് 2 എലമെന്റ്സിന്റെ അറ്റോമിക് മാസിന്റെ ആവറേജിന് അപ്രോക്സിമേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന് ഏകദേശം സെയിം ആയിരിക്കും എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് ഓൺലി ഫ്യൂ എലമെന്റ്സ് കുഡ് ബി ക്ലാസിഫൈഡ് ഇൻ ദിസ് വേ. ഈ ഒരു വഴിയിൽ കൂടെ അദ്ദേഹത്തിന് വളരെ കുറച്ച് എലമെന്റ്സ് മാത്രമേ ക്ലാസിഫൈ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അതിന് എക്സാമ്പിൾസ് ആണ് ദൈ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് ഈ ഡെ ബ്രൈനറിന്റെ ട്രയാഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തില്ലേ, ആ എലമെന്റ്സിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയെന്ന് അറിയാമോ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. LiNaK അല്ലേ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അറ്റോമിക് മാസ് കണ്ടോ? സോഡിയത്തിൻ്റെത് 23 ആണ്, പൊട്ടാസ്യത്തിൻ്റെത് 39 ആണ്, ലിഥിയത്തിൻ്റെത് 7 ആണ്. അപ്പോൾ 39 7 കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ 23, ഏകദേശം 23 കിട്ടും. അതുപോലെ കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, പിന്നെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പോൾ ട്രയാഡ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒരു ട്രയാഡിന് എക്സാമ്പിളാണ്. അതുപോലെ കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം ഒരു ട്രയാഡിന് എക്സാമ്പിളാണ്. അതുപോലെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അതും ഒരു ട്രയാഡിന് എക്സാമ്പിളാണ്. അടുത്ത ആള്, അപ്പോൾ നമ്മൾ 2 പേരെ പഠിച്ചു. ആരൊക്കെയാണ്? അന്റോയിൻ ലവോസിയ, അദ്ദേഹം മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നുമാണ് ഡിവൈഡ് ചെയ്തത്. രണ്ടാമത് പറഞ്ഞ ആള് ഡെ ബ്രൈനർ, അദ്ദേഹം ട്രയാഡ്സ് അല്ലെങ്കിൽ ത്രികകങ്ങളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ത്രികകങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ്സിന് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. അത് പഠിച്ചോളണം കേട്ടോ. എലമെന്റ്സ് ഏതൊക്കെയാണ് ട്രയാഡ്സിൽ വരുന്ന എലമെന്റ്സ് എന്നുള്ളത്.
ഇനി അടുത്തതായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയ ആളിൻ്റെ പേര് ന്യൂ ലാൻസ്. ആരാണ്? ന്യൂ ലാൻസ്. ന്യൂ ലാൻസ് ഫൗണ്ട് ദാറ്റ് വെൻ എലമെന്റ്സ് വെയർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് ഈച്ച് എയ്ത്ത് എലമെന്റ് വാസ് എ റെപ്പറ്റീഷൻ ഓഫ് ദി ഫസ്റ്റ് ഇൻ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. അതായത് ന്യൂ ലാൻസ് ഈ മൂലകങ്ങളെ അല്ലെങ്കിൽ എലമെന്റ്സിനെ അറ്റോമിക് മാസിൻ്റെ അസെൻഡിങ് ഓർഡറിൽ എന്ന് വെച്ചാൽ ആരോഹണ ക്രമത്തിൽ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ചെറിയ അറ്റോമിക് മാസിൽ നിന്ന് വലിയ അറ്റോമിക് മാസിലേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഈച്ച് എയ്ത്ത് എലമെന്റ്, ഓരോ എട്ടാമത്തെ എലമെന്റും വാസ് എ റെപ്പറ്റീഷൻ ഓഫ് ദി ഫസ്റ്റ് ഇൻ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ആ ഫസ്റ്റ് എലമെന്റിന്റെ, ഓരോ എട്ടാമത്തെ എലമെന്റും ആ ഒരു ഗ്രൂപ്പിലുള്ള ഫസ്റ്റ് എലമെന്റിന്റെ റെപ്പറ്റീഷനാണ്, പ്രോപ്പർട്ടീസ് അല്ലേ? ആ ഫസ്റ്റ് എലമെന്റ് പ്രോപ്പർട്ടീസിന്റെ റെപ്പറ്റീഷൻ ആണെന്നാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചത്. ആരാ? ന്യൂ ലാൻസ്. ഹി കമ്പയർഡ് ദിസ് ടു ദ 7 നോട്ട്സ് ഇൻ മ്യൂസിക്. അദ്ദേഹം ഈ മ്യൂസിക്കിലെ 7 നോട്ട്സ് എന്ന് വെച്ചാൽ സപ്തസ്വരങ്ങളുമായിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്തത്. ദിസ് ക്ലാസിഫിക്കേഷൻ വാസ് നോൺ ആസ് ദ ലോ ഓഫ് ഒക്ടേവ്സ്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു വർഗീകരണം എന്തെന്ന് അറിയപ്പെട്ടത്? ലോ ഓഫ് ഒക്ടേവ്സ് അല്ലെങ്കിൽ അഷ്ടക നിയമം. ലോ ഓഫ് ഒക്ടേവ്സ് അല്ലെങ്കിൽ അഷ്ടക നിയമം എന്നറിയപ്പെട്ടു. അപ്പൊ ലോ ഓഫ് ഒക്ടേവ്സ് അല്ലെങ്കിൽ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ന്യൂ ലാൻസ് ആണ്. ആസ് മോർ എലമെന്റ്സ് വെയർ ഡിസ്കവേർഡ്, കൂടുതൽ എലമെന്റ്സ് ഡിസ്കവർ ചെയ്തപ്പോൾ ഇറ്റ് ബിക്കം ക്ലിയർ ദാറ്റ് ഓൾ എലമെന്റ്സ് കുഡ് നോട്ട് ബി അറേഞ്ച്ഡ് ഇൻ ദിസ് വേ. ഇത് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഈ എലമെന്റ്സ് ഒന്നും നമുക്ക് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ. അപ്പോൾ ന്യൂ ലാൻസിന്റെ അറേഞ്ച് ചെയ്ത എലമെന്റ്സ് ആണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ. അതുപോലെ സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ഇതെല്ലാം. അപ്പോൾ നമ്മളിപ്പോൾ 3 സയന്റിസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആണ് പഠിച്ചത്. ആരൊക്കെയാണ്? ഡൊബറൈനർ, അന്റോൺ ലാവോസിയർ, പിന്നെ ന്യൂ ലാൻസ് അല്ലേ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മെൻഡലീവ്. മെൻഡലീവിന്റെ എന്താണ് അറേഞ്ച്മെന്റ് ആണ്. എ സയന്റിസ്റ്റ് നെയ്മഡ് മെൻഡലീവ് അറേഞ്ച്ഡ് ദ 63 എലമെന്റ്സ് നോൺ ടിൽ ദാറ്റ് ഡേ ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് മാസസ് ആൻഡ് പ്രിപ്പയർഡ് എ ടേബിൾ. ഈ മെൻഡലീഫ് എന്ന് പറയുന്ന ആ ഒരു സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു? അന്ന് വരെ അറിയപ്പെട്ടിരുന്ന, അന്ന് വരെ ഉണ്ടായിരുന്ന 63 എലമെൻസിനെ 63 എലമെന്റ്സിനെ ഏതിന്റെ അസെൻഡിങ് ഓർഡറിലാണ്? അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് മാസ്. അറ്റോമിക് മാസിന്റെ അസെൻഡിങ് ഓർഡറിൽ അല്ലെ? അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ ആരോഹണ ക്രമം. അപ്പം അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, അറ്റോമിക് മാസ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് അദ്ദേഹം അറേഞ്ച് ചെയ്ത് ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? മെൻഡലീഫ് എത്ര എലമെന്റ്സ് ആണ് അറേഞ്ച് ചെയ്തതെന്ന്? എത്ര എലമെന്റ്സ് ആണ്? 63 എലമെന്റ്സ്. അദ്ദേഹം എന്തിന്റെ ബേസിസിലാണ് അറേഞ്ച്മെന്റ് നടത്തിയത്? അറ്റോമിക് മാസിന്റെ ബേസിസിൽ. അറ്റോമിക് മാസിന്റെ എന്താണ് അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ആരോഹണ ക്രമത്തിൽ. It was found that elements with the common properties were repeated at a regular intervals. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് എലമെന്റ്സ് വിത്ത് കോമൺ പ്രോപ്പർട്ടീസ്, ഒരേ സ്വഭാവമുള്ള എലമെന്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ വേർ റിപ്പീറ്റഡ്, അതെന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു, ആവർത്തിക്കുന്നു അറ്റ് റെഗുലർ ഇന്റർവെൽസ്, കൃത്യമായ ഇടവേളകളിൽ. അപ്പോൾ റെഗുലർ ഇന്റർവെൽസിൽ ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്ന് മെൻഡലീവ് മനസ്സിലാക്കി. അടുത്തത് മാസ് നമ്പർ, അറ്റോമിക് നമ്പർ. മാസ് നമ്പറും അറ്റോമിക് നമ്പറും എന്താണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആറ്റംസ് വെയർ ഇനിഷ്യലി തോട്ട് ടു ബി ദ സ്മോളസ്റ്റ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ്, ബട്ട് ലേറ്റർ ഇറ്റ് വാസ് ഡിസ്കവേർഡ് ദാറ്റ് ആറ്റംസ് ആർ മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് കാൾഡ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ആദ്യം മനസ്സിലാക്കിയിരുന്നത് ആറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെന്നാണ് കരുതിയത്. പക്ഷേ പിന്നീട് ഇവ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിങ്ങനെയുള്ള ടൈനി പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പദാർത്ഥമാണ് ഈ ആറ്റങ്ങൾ എന്ന് മനസ്സിലാക്കി. ആറ്റംസ് ഹാവ് എ സെന്റർ കാൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിന് ഒരു സെന്റർ ഉണ്ട്, അതിൻ്റെ പേരാണ് ന്യൂക്ലിയസ്. പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ ഫൗണ്ട് ഇൻ ദിസ് വെരി സ്മാൾ ന്യൂക്ലിയസ്. ഈ വളരെ ചെറിയ ന്യൂക്ലിയസിലാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ കാണപ്പെടുന്നത്. ഇലക്ട്രോൺസ് എക്സിസ്റ്റ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് കാണപ്പെടുന്നത്. പ്രോട്ടോൺസ് ഹാവ് എ പോസിറ്റീവ് ചാർജ് ആൻഡ് ഇലക്ട്രോൺസ് ഹാവ് എ നെഗറ്റീവ് ചാർജ്. പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത്. ന്യൂട്രോൺസ് ആർ ചാർജ്ലെസ് പാർട്ടിക്കിൾസ്. ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ അകത്തുള്ള ഓരോ സെൻറ്റൻസും ഓരോ പോയിന്റ് ആണ് കേട്ടോ. ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കൺസിഡേർഡ് ആസ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ. ഒരു ആറ്റത്തിൽ അടങ്ങിയിട്ടുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്.
ദ മാസ് നമ്പർ ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. എന്നാൽ മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും ടോട്ടൽ നമ്പറാണ്. അതായത് പ്രോട്ടോൺസിൻ്റെ നമ്പർ എത്രയാണോ അത് പ്ലസ് ന്യൂട്രോൺസിൻ്റെ നമ്പർ എത്രയാണോ അത് ചെയ്യുമ്പോൾ നമുക്ക് മാസ് നമ്പർ കിട്ടും. ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്. ഒരു ആറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് ആ ആറ്റത്തിലെ തന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? ആദ്യകാലത്ത് നമ്മൾ കരുതിയിരുന്നത് ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ വിഭജിക്കാൻ കഴിയില്ല എന്നായിരുന്നു. പക്ഷേ ആറ്റത്തിന് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആറ്റത്തിന് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ആറ്റത്തിൻ്റെ അകത്ത് വളരെ ടൈനി ആയിട്ടുള്ള കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. കുറേയല്ല, 3 പാർട്ടിക്കിൾസ് ഉണ്ട്. ഏതൊക്കെയാണത്? പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇലക്ട്രോൺസും. ഇനി ആറ്റത്തിൻ്റെ ഏറ്റവും അകത്തായിട്ട് സെൻറ്ററിൽ ഒരു ചെറിയൊരു ടൈനി പോർഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്ന ആ പോർഷനിലാണ് ആരൊക്കെ ഇരിക്കുന്നത്? ഈ ടൈനി പാർട്ടിക്കിൾസ് ആയ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇരിക്കുന്നത്. ഈ ന്യൂക്ലിയസിന് ചുറ്റുമാണ് ആര് കാണപ്പെടുന്നത്? ഇലക്ട്രോൺസ് കാണപ്പെടുന്നത്. ഇനി പ്രോട്ടോൺസിന് എന്ത് ചാർജാണുള്ളത്? പോസിറ്റീവ് ചാർജ്. ഇനി ന്യൂട്രോൺസിന് ചാർജേ ഇല്ല, ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ് എന്താ പറയുന്നത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും എപ്പോഴും ഒരാറ്റത്തിൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അറ്റോമിക് നമ്പർ ആണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും എന്താണ്? അറ്റോമിക് നമ്പർ ആയിരിക്കും. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മെൻഡലീവ്സ് പീരിയോഡിക് ലോ. മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ലോ അല്ലെങ്കിൽ ആവർത്തന നിയമം എന്താണ് എന്നുള്ളതാണ്. നോക്കിയോളൂ. ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. ഒരു എലമെൻറ്റിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ ഭൗതിക ഗുണങ്ങളും കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ രാസഗുണങ്ങളും എന്ന് പറയുന്നത് എന്താണ്? ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ്. പീരിയോഡിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ആവർത്തന ഫലങ്ങളാണ്. ഏതിൻ്റെ? ദെയർ അറ്റോമിക് മാസ്. അറ്റോമിക് മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണെന്ന്. അപ്പോൾ എലമെൻസിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് പീരിയോഡിക് ഫങ്ഷൻസ് ആണ്. ഏതിൻ്റെ പീരിയോഡിക് ഫങ്ഷൻസ്? ദെയർ അറ്റോമിക് മാസ്. അവിടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്, പീരിയോഡിക് ഫങ്ഷൻസ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിങ്ങനെ തന്നെ കാണാതെ പഠിക്കണം കേട്ടോ. അതായത് ഇതൊരു ലോയാണ്. അപ്പോൾ ആ ലോ അങ്ങനെ തന്നെ പഠിക്കണം. എന്താണ്? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. ഇനി മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. താഴെ ഒരു ഫിഗർ ഇല്ലേ, ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളതാണ് മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ദ ഹൊറിസോണ്ടൽ റോസ് ഇൻ ദ ടേബിൾ ആർ കോൾഡ് പീരിയോഡ്സ്. ഈ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഹൊറിസോണ്ടലായിട്ട് കുറേ റോസ് ഉണ്ട്. അതിൻ്റെ പേരാണ് എന്തോന്ന്? പീരിയഡ്സ്. ഹൊറിസോണ്ടൽ റോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരിയഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ വെർട്ടിക്കൽ കോളംസ് ആർ കോൾഡ് ഗ്രൂപ്പ്സ്. വെർട്ടിക്കലായിട്ടുള്ള കോളംസ്, കുത്തനെയുള്ള അങ്ങനെയുള്ള കോളംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഇനി എന്താ പറ്റില്ല? എലമെൻറ്റ്സ് ഇൻ എ ഗ്രൂപ്പ് ഷോ സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ആ ഗ്രൂപ്പുകളിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, എലമെൻറ്റ്സ് ഇൻ എ ഗ്രൂപ്പുകളിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഷോ സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഒരേപോലത്തുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് പ്രകടിപ്പിക്കുന്നു അല്ലേ? കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ രാസസ്വഭാവങ്ങൾ ഒരേപോലെ പ്രകടിപ്പിക്കുന്നു. മനസ്സിലായല്ലോ? ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ സവിശേഷതകൾ. ആര്? മെൻഡലീവ്സിൻ്റെ ഈ പീരിയോഡിക് ടേബിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നോക്കിയോളൂ. എലമെൻറ്റ്സ് വെയർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്. അറ്റോമിക് മാസിൻ്റെ അസെൻഡിങ് ഓർഡറിലാണ് എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബ്ലാങ്ക് സ്പേസസ് വെയർ ലെഫ്റ്റ് ഫോർ എലമെൻറ്റ്സ് ടു ബി ഡിസ്കവേർഡ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ് വെയർ പ്രഡിക്റ്റഡ്. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ? ബ്ലാങ്ക് സ്പേസസ് വെയർ ലെഫ്റ്റ്. ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസസ് ലെഫ്റ്റ് ചെയ്തു. അതായത് എന്താണ്? ഒഴിഞ്ഞ കളങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിലുണ്ടായിരുന്നു. എന്തിനാണ് അദ്ദേഹം കളങ്ങളൊക്കെ ഒഴിച്ചിട്ടത്? ടു ബി ഡിസ്കവേർഡ്. ഈ എലമെൻറ്റ്സ് ഒക്കെ പിന്നീട് ഡിസ്കവർ ചെയ്യും. എലമെൻറ്റ്സ് ടു ബി ഡിസ്കവേർഡ്, പിന്നീട് ഡിസ്കവർ ചെയ്യും എന്ന് അദ്ദേഹം അസ്യൂം ചെയ്തിട്ട് കുറച്ച് കളങ്ങളൊക്കെ ഒഴിച്ചിട്ടു. എന്നിട്ട് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ് വെയർ ഈ ഡിസ്കവർ ചെയ്യുന്ന എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണോ ആ ഡിസ്കവർ ചെയ്യുന്ന എലമെൻറ്റ്സിന് ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അല്ലേ? അടുത്തത്, ഇത് ഒന്നാമത്തെ സവിശേഷത അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത്തത്, എലമെൻറ്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് വെയർ ഗ്രൂപ്പ്ഡ് ടുഗദർ ടു സിംപ്ലിഫൈ ദ സ്റ്റഡി ഓഫ് എലമെൻറ്റ്സ് ആൻഡ് ദെയർ കോമ്പൗണ്ട്സ്. ഒരേ ഗുണങ്ങളുള്ള മൂലകങ്ങളെ അല്ലെങ്കിൽ എലമെൻറ്റ്സിനെ അദ്ദേഹം ഒരേ ഗ്രൂപ്പിൽ വരുന്ന വിധമാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. അപ്പം നമുക്ക് ആ എലമെൻറ്റ്സിൻ്റെയും അവയുടെ കോമ്പൗണ്ട്സിനെയും കുറിച്ച് പഠിക്കുന്നത് എന്തായി? വളരെ എളുപ്പമായി. അടുത്തത്, however, the order of atomic mass was not strictly followed in the case of all elements. അറ്റോമിക് മാസിൻ്റെ
ഈ ഒരു അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് എല്ലാ എലമെൻസിൻ്റെ കേസിലും അദ്ദേഹത്തിന് ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല. ഹൈഡ്രജൻ കുഡ് നോട്ട് ബി ഗിവൺ ആൻ എക്സാക്ട് പൊസിഷൻ. ഹൈഡ്രജൻ അദ്ദേഹത്തിന് വളരെ ആയിട്ടുള്ള ഒരു പൊസിഷൻ നൽകാൻ കഴിഞ്ഞില്ല. ഹൈഡ്രജന് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നെ എലമെൻറ്റ്സ് വിത്ത് വെരി ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഹാഡ് ടു ബി പ്ലേസ്ഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. ഈ പ്രോപ്പർട്ടീസ് വളരെയധികം വ്യത്യാസമുള്ള എലമെൻറ്റ്സ് പോലും അദ്ദേഹം ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഇതൊക്കെയാണ് ഈ മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? വെൻ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ വാസ് ഫോംഡ് ഇൻ 1869, 1869 ഈ മെൻഡലീവ്സ് ഈ പറയുന്ന പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത്. ദർ വാസ് ലിമിറ്റഡ് നോളജ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ദി ആറ്റം ആൻഡ് ഇറ്റ്സ് എലമെൻ്ററി പാർട്ടിക്കിൾസ്. അപ്പോൾ അദ്ദേഹം അന്ന് കൊണ്ടുവന്ന ആ സമയത്ത് ഈ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചും പിന്നെ അതിൻ്റെ അകത്തുള്ള എലമെൻ്ററി പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മൗലിക കണങ്ങൾ, ഏതൊക്കെയാണ് ആറ്റത്തിലെ മൗലിക കണങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആറ്റത്തിലെ എലമെൻ്ററി പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ഇതൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹെൻറി മോസ്ലി ലേറ്റർ ഡിസ്കവേർഡ് ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദെയർ അറ്റോമിക് നമ്പർ. പിന്നീട് ഹെൻറി മോസ്ലി എന്ന ഒരു വ്യക്തി എന്ത് കണ്ടെത്തി? ഡിസ്കവേർഡ് ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഏതിനാണ്? ദെയർ അറ്റോമിക് നമ്പർ, അവരുടെ അറ്റോമിക് നമ്പറിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്തി. ദ പീരിയോഡിക് ടേബിൾ വാസ് ഡെവലപ്ഡ് ബൈ ഹിം ഇസ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ യൂസ്ഡ് ടുഡേ. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഈ ഹെൻറി മോസ്ലി ഡിസ്കവർ ചെയ്ത ആ ഒരു പീരിയോഡിക് ടേബിളാണ്. അതറിയപ്പെടുന്നത് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നാണ്, ആധുനിക ആവർത്തന പട്ടിക എന്നാണ്. മനസ്സിലായോ? അതിൻ്റെ ഫിഗറാണ് നമ്മൾ ആദ്യം എടുത്ത ഒരു പീരിയോഡിക് ടേബിൾ കണ്ടില്ലേ? അത് അതിൻ്റെ ഫിഗറാണ്. ആരുടെ? ഈ പറയുന്ന മോസ്ലിയുടെ പീരിയോഡിക് ടേബിളിൻ്റെ ഫിഗർ എവിടെ? അതായത് കണ്ടോ, പേജ് നമ്പർ 75 കണ്ടോ? ഇതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്ന ആധുനിക ആവർത്തന പട്ടിക എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ളത് കെമിക്കൽ ഫോർമുല ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ തന്മാത്രകളുടെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം എന്ന് പറയും. വി യൂസ് സിമ്പിൾസ് ടു ഐഡൻറ്റിഫൈ എലമെൻറ്റ്സ് ഈസിലി. എലമെൻറ്റ്സ് ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾസ് യൂസ് ചെയ്യാം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇഫ് വി റൈറ്റ് എൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ നമ്മൾ യൂസ് ചെയ്താൽ ഇറ്റ് റെഫേഴ്സ് ടു, അതെന്തിനാണ് റെഫർ ചെയ്യുന്നത്? അതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? നൈട്രജൻ ആൻഡ് 1 ആറ്റം ഓഫ് നൈട്രജൻ. എന്ന് എഴുതിയാൽ അത് നൈട്രജനെയും നൈട്രജൻ്റെ ഒരു ആറ്റത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ വെറുതെ എന്ന് എഴുതിയാൽ കണ്ടോ? Is there any difference between 2n and n2? ഇവിടെ 2n, n2 ഇങ്ങനെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇവ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? 2n refers to 2 free nitrogen atoms. 2n എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് 2 ഫ്രീ ആയിട്ടുള്ള നൈട്രജൻ ആറ്റം എന്നാണ്. സ്വതന്ത്ര നൈട്രജൻ ആറ്റത്തിനെയാണ് 2n എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ n2 എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു എ നൈട്രജൻ മോളിക്യൂൾ ഫോംഡ് ബൈ 2 ആറ്റംസ്. n2 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? അതൊരു നൈട്രജൻ മോളിക്യൂളിനെയാണ് സൂചിപ്പിക്കുന്നത്. അതൊരു നൈട്രജൻ മോളിക്യൂൾ എന്ന് വെച്ചാൽ നൈട്രജൻ തന്മാത്രയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ 2 നൈട്രജൻ ആറ്റങ്ങൾ ചേർന്നാണ് ഈ ഒരു നൈട്രജൻ മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ n2 എന്ന് വെച്ചാൽ 2 നൈട്രജൻ ആറ്റങ്ങൾ ചേർന്ന് ഉണ്ടായ നൈട്രജൻ മോളിക്യൂളിനെ സൂചിപ്പിക്കുന്നു. മനസ്സിലായോ? n2 2n തമ്മിലുള്ള ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 2n2 റെഫേഴ്സ് ടു 2 നൈട്രജൻ മോളിക്യൂൾസ്. അങ്ങനെയാണെങ്കിൽ 2n2 എന്ന് എഴുതി കഴിഞ്ഞാൽ 2 നൈട്രജൻ്റെ മോളിക്യൂൾസ് അല്ലെങ്കിൽ 2 നൈട്രജൻ തന്മാത്രയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? n2 എന്ന് വെച്ചാൽ ഒരു നൈട്രജൻ്റെ തന്മാത്ര. ഇനി 2n2 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് 2 നൈട്രജൻ തന്മാത്രകളെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 2n2? 2n2ൽ അടങ്ങിയിട്ടുള്ള ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്ന് നമ്മൾ പറയണം. നമുക്കറിയാം 2n2ൽ 2 നൈട്രജൻ മോളിക്യൂളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ അടങ്ങിയിട്ടുള്ള ടോട്ടൽ ആറ്റംസ് എത്രയായിരിക്കും 2n2ൽ? ഇവിടെ നമുക്ക് ടോട്ടൽ ആറ്റംസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ളത് 2n2 ആണ്. അപ്പോൾ 2n2ൽ എത്ര നൈട്രജൻ്റെ മോളിക്യൂൾസ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എത്ര മോളിക്യൂൾസ് ഉണ്ട്? 2 നൈട്രജൻ്റെ മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ n2 കൂടെ ചേർന്നിട്ടാണ് 2n2 ആയത് ആണല്ലോ. n2 കൂടെ ചേർന്നിട്ട് 2n2 ആയി. ഇനി ഈ n2ൽ എത്ര നൈട്രജൻ്റെ ആറ്റംസ് ഉണ്ട്? ഒരാറ്റം അടുത്ത മറ്റൊരു ആറ്റം. ഇവിടെ ഒരാറ്റം, ഒരു നൈട്രജൻ്റെ ആറ്റം, മറ്റൊരു നൈട്രജൻ്റെ ആറ്റം. അപ്പോൾ ഇവിടെ മൊത്തം എത്ര ആറ്റംസ് ഉണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക എത്ര ആറ്റംസ് ഉണ്ട്? 1 2 3 4. അപ്പോൾ എത്ര മൊത്തം? 4 നൈട്രജൻ ആറ്റംസ് ഉണ്ട്. മനസ്സിലായോ പറഞ്ഞത്?
അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എഴുതാനുള്ളത് 4 എന്നാണ് നമ്മളിവിടെ ആൻസർ ആയിട്ട് എഴുതാനുള്ളത് കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 2n2 എന്ന് ചോദിച്ചിരുന്നത് അവിടെ എന്താണ് 4 ആറ്റംസ് എന്ന് എഴുതണം കേട്ടോ. 4 ആറ്റംസ്. മലയാളം മീഡിയം ആണെങ്കിൽ 4 ആറ്റങ്ങൾ എന്ന് എഴുതണം. ഇനി നോക്കിയോളൂ, ചെക്ക് ദ അബ്രീവിയേഷൻസ് ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് സം എലമെന്റ്സ്. ചില എലമെന്റ്സിന്റെ അല്ലെങ്കിൽ ചില മൂലകങ്ങളുടെ മോളിക്യൂൾസിന്റെ ചുരുക്കെഴുത്താണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് എഴുതിയേക്കുന്നതെന്ന് നോക്കിയോളൂ. മോളിക്യൂൾ, പിന്നെ അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ്, പിന്നെ ആ കാറ്റഗറി, അതായത് മോണോഅറ്റോമിക്, ഡയാറ്റോമിക്, പോളി അറ്റോമിക് എന്നിങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. മോണോ അറ്റോമിക് എന്ന് പറയുന്ന ആ പേരിൽ നിന്ന് നമുക്കറിയാം എന്താണ് ഏകാറ്റോമിക മൂലകം എന്ന് വെച്ചാൽ ഏകാറ്റോമിക എലമെന്റ്, അതായത് അവിടെ ഒരൊറ്റ ആറ്റേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി ഡയാറ്റോമിക് എന്ന് പറയുമ്പോൾ ഡൈ എന്ന് പറയുമ്പോൾ 2, അവിടെ 2 ആറ്റംസ് ഉണ്ടാവും. ഇനി പോളി അറ്റോമിക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ബഹു അറ്റോമിക മൂലകം എന്ന് പറയും, അതായത് അവിടെ 2ൽ കൂടുതൽ ആറ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ 3ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം മോളിക്യൂൾസിനെ. എങ്ങനെ? ഏകാറ്റോമികം അല്ലെങ്കിൽ മോണോ അറ്റോമിക് എലമെന്റ്സ് എന്നും ഡയാറ്റോമികം അല്ലെങ്കിൽ ദ്വയാറ്റോമിക എലമെന്റ് അല്ലെങ്കിൽ മൂലകം എന്നും പിന്നെ പോളി അറ്റോമിക് എലമെന്റ്സ് അല്ലെങ്കിൽ ബഹു അറ്റോമിക മൂലകം എന്നിങ്ങനെ നമുക്ക് 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ ഈ തന്നിട്ടുള്ള മോളിക്യൂൾസിനെ നമുക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്കത് ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടേബിളാണ് ഇതായി കൊടുത്തിട്ടുള്ളത്. ഹീലിയത്തിന്റെ നമ്പർ ഓഫ് ആറ്റംസ് 1. അപ്പോൾ അത് ഏത് കാറ്റഗറിയിലാണ്? മോണോ അറ്റോമിക് എലമെന്റ്സ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് O2 എന്ന് പറയുന്ന മോളിക്യൂൾ. അതിൻ്റെ അകത്ത് എത്ര ആറ്റംസ് ഉണ്ട്? O2. അതിൽ നിന്ന് അല്ലെ അത് ഓക്സിജൻ ആണ് അല്ലെ? ഓക്സിജൻ അതിൽ എത്ര ഉണ്ട്? 2 ആറ്റംസ് ആണുള്ളത്. അതുകൊണ്ട് അത് ഏത് കാറ്റഗറിയിൽ വരും? ഡയാറ്റോമിക് എലമെന്റ്. അടുത്തത് S8 സൾഫർ ആണ് കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് 8 ആണ്. അപ്പൊ അത് പോളി അറ്റോമിക് എലമെന്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അതിന്റെ അടുത്തത് P4 നമ്മുടെ ഫോസ്ഫറസ്. അതിൽ എത്ര ഉണ്ട്? 4 ആറ്റംസ് ആണുള്ളത്. അത് പോളി അറ്റോമിക് എലമെന്റിലാണ് വരുന്നത്. അടുത്ത നിയോണിൽ നമ്പർ ഓഫ് ആറ്റംസ് എത്ര എണ്ണമാണ്? 1, ഒരൊറ്റ ആറ്റമേ ഉള്ളൂ. അപ്പൊ അതെന്ത് ഏത് കാറ്റഗറിയിൽ വരും? മോണോ അറ്റോമിക് എലമെന്റ്സ്. അടുത്ത Cl2 ക്ലോറിൻ. അതിൽ എത്ര എണ്ണം ഉണ്ട്? 2 ആറ്റംസ് ആണുള്ളത്. അപ്പൊ അത് ഡയാറ്റോമിക് എലമെന്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. അടുത്ത ആർഗൺ AR. അതിൻ്റെ അകത്ത് എത്ര നമ്പർ ഓഫ് ആറ്റംസ്? 1 ആണ്. അപ്പൊ അത് മോണോ അറ്റോമിക് എലമെന്റ്സിലാണ് വരുന്നത്. അടുത്ത O3 എന്ന് പറയുമ്പോൾ നമ്മുടെ ഓസോണിൽ എത്ര ആറ്റംസ് ഉണ്ട്? 3 ആറ്റംസ് ഉണ്ട്. അപ്പൊ അത് ഏത് കാറ്റഗറിയാണ്? പോളി അറ്റോമിക് എലമെന്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ. അപ്പോൾ 1 ആണെങ്കിൽ മോണോ അറ്റോമിക് എലമെന്റ്സ്, 2 ആണെങ്കിൽ ഡയാറ്റോമിക് എലമെന്റ്സ്, 2ൽ കൂടുതലാണെങ്കിൽ പോളി അറ്റോമിക് എലമെന്റ്സ്. അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ മോളിക്യൂൾസിന്റെ സിമ്പിൾസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അല്ലേ? മോണോ അറ്റോമിക് ആണോ ഡയാറ്റോമിക് ആണോ അതോ പോളി അറ്റോമിക് ആണോ എന്നുള്ളത്. അപ്പോൾ ഇതിൽ മലയാളം മീഡിയംകാർക്കുള്ളതാണ് തൈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവര് എന്താണ് ഫില്ല് ചെയ്യാനുള്ള സ്ഥലത്ത് ഞാൻ മലയാളം മീഡിയം ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റത് ഇംഗ്ലീഷ് മീഡിയം ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ ദ്വയാറ്റോമികം, ബഹു അറ്റോമികം, ഏകാറ്റോമികം, ദ്വയാറ്റോമികം, ഏകാറ്റോമികം, ബഹു അറ്റോമികം മൂലകം എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. Is it clear that monatomic elements are elements that have only one atom in a molecule? അതായത് ഒരു തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമുള്ളതാണ് ഏത്? ഏകാറ്റോമിക എലമെന്റ്സ് അല്ലെങ്കിൽ മോണോ അറ്റോമിക് എലമെന്റ്സ് എന്ന് പറയുന്നത്. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയാറ്റോമിക് എലമെന്റ്സ് ആൻഡ് പോളി അറ്റോമിക് എലമെന്റ്സ്. അങ്ങനെയാണെങ്കിൽ ഈ ഡയാറ്റോമിക് എലമെന്റ്സും പോളി അറ്റോമിക് എലമെന്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇൻ ഡയാറ്റോമിക് എലമെന്റ്സ് അല്ലെ, ഡയാറ്റോമിക് എലമെന്റ്സിലാണെങ്കിൽ ഹാവ് 2 ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൽ അല്ലെങ്കിൽ ഒരു തന്മാത്രയിൽ 2 ആറ്റംസ് ഉണ്ടായിരിക്കും. ഇനി ഇൻ പോളി അറ്റോമിക് എലമെന്റ്സിലാണെങ്കിലോ മോർ ദാൻ 2 ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഒരു തന്മാത്രയിൽ 2ൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഏതാണെങ്കിൽ പോളി അറ്റോമിക് എലമെന്റ്സ്. ഓക്കെ ആണല്ലോ. ഡിഫൈൻ മോണോഅറ്റോമിക് എലമെന്റ്സ്, ഡയാറ്റോമിക് എലമെന്റ് ആൻഡ് പോളിഅറ്റോമിക് എലമെന്റ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ, അല്ലെങ്കിൽ എന്താണ് ഏകാറ്റോമിക മൂലകം, ദ്വയാറ്റോമിക മൂലകം, ബഹു അറ്റോമിക മൂലകം എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ നമുക്ക് ഈ ഒരു ആൻസർ എഴുതാം. അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയാറ്റോമിക് എലമെന്റ്, പോളിഅറ്റോമിക് എലമെന്റ്, അങ്ങനെ ഏത് ചോദിച്ചാലും നമുക്ക് ഇവിടെ അതിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എലമെന്റ്സ് ദാറ്റ് ഹാവ് only one atom in a molecule are called the monoatomic element. ഒരു മോളിക്യൂളിൽ അല്ലെങ്കിൽ ഒരു തന്മാത്രയിൽ only one atom, ഒരേ ഒരു ആറ്റം മാത്രമുള്ള എലമെന്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങളെ നമ്മൾ എന്താ പറയുന്നത്? മോണോ അറ്റോമിക് എലമെന്റ് അല്ലെങ്കിൽ ഏകാറ്റോമിക മൂലകം എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത എലമെന്റ്സ് ദാറ്റ് ഹാവ് 2 ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൽ അല്ലെങ്കിൽ ഒരു തന്മാത്രയിൽ 2 ആറ്റംസ് ഉള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയാറ്റോമിക് എലമെന്റ് അല്ലെങ്കിൽ ദ്വയാറ്റോമിക മൂലകം എന്ന് വിളിക്കുന്നത്. അടുത്തത് എലമെന്റ്സ് ദാറ്റ് ഹാവ് എങ്ങനെയായിരിക്കും? മോർ ദാൻ 2 അല്ലെ, 2ൽ കൂടുതൽ
രണ്ടായാൽ അത് ഡയാറ്റോമിക് ആവും. രണ്ടിൽ കൂടുതൽ ആറ്റംസ് ഒരു മോളിക്യൂളിൽ അല്ലെങ്കിൽ ഒരു തന്മാത്രയിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള മൂലകങ്ങളെ നമ്മൾ ബഹു അറ്റോമിക മൂലകം അല്ലെങ്കിൽ പോളി അറ്റോമിക് എലമെന്റ് എന്ന് വിളിക്കുന്നു. മനസ്സിലായോ ഇതിന്റെ ഡെഫിനിഷൻസ്? ഇനി താഴെ ബോക്സിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. കെമിക്കൽ ഫോർമുല ഓഫ് ദ മോളിക്യൂൾ റെപ്രസെന്റ് 1 മോളിക്യൂൾ ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിന്റെ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിന്റെ ഒരു മോളിക്യൂളിനെയാണ് അതിന്റെ കെമിക്കൽ ഫോർമുല ഓഫ് ദ മോളിക്യൂളിന്റെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നൈട്രജന്റെ കെമിക്കൽ ഫോർമുല ഏതാണ്? നൈട്രജൻ എന്ന് പറയുന്ന മോളിക്യൂളിന്റെ കെമിക്കൽ ഫോർമുല ഏതാണ്? N2 ആണല്ലോ. N2 നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ ഈ N2 എന്ന് എഴുതിയാൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് നൈട്രജന്റെ ഒരു മോളിക്യൂൾ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നൈട്രജന്റെ ഒരു മോളിക്യൂൾ എന്ന് പറയുന്ന N2 ആണ്. 2N2 എന്ന് എഴുതിയാൽ നൈട്രജന്റെ 2 മോളിക്യൂൾ. മനസ്സിലായോ? ഇനി അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? കെമിക്കൽ ഫോർമുല ഓഫ് എലമെന്റ്സ്, മൂലകങ്ങളുടെ കെമിക്കൽ ഫോർമുല. നേരത്തെ നമ്മൾ പഠിച്ചത് മോളിക്യൂൾസിന്റെ കെമിക്കൽ ഫോർമുലയാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എലമെന്റ്സിന്റെ കെമിക്കൽ ഫോർമുലയാണ്. ഇൻ മോണോറ്റോമിക് എലമെന്റ്സ് ദ സിംബൽ ഇറ്റ്സെൽഫ് ഈസ് കൺസിഡർഡ് ആസ് ദ കെമിക്കൽ ഫോർമുല. മോണോറ്റോമിക് എലമെന്റ്സിൽ അല്ലെങ്കിൽ ഏകാറ്റോമിക മൂലകങ്ങളിൽ സിംബൽ തന്നെയാണ് അതിന്റെ കെമിക്കൽ ഫോർമുലയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. In monatomic molecules, the number written on the left of the symbol indicates the number of molecules. This is also the number of atoms. അതായത് ഇവിടെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. He ഹീലിയം ആണല്ലോ. ഈ Heയുടെ ലെഫ്റ്റ് സൈഡിൽ എന്താ എഴുതിയേക്കുന്നത്? 2 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? He എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ്? ഒരു മോണോറ്റോമിക് എലമെന്റ് ആണ്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ 2 എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അവിടെ 2 ഹീലിയം ആറ്റംസ് ഉണ്ട്. അതുപോലെ നമുക്ക് വേറൊരു രീതിയിലും പറയാം, 2 ഹീലിയം മോളിക്യൂൾസ് ഉണ്ടെന്ന് നമുക്കിവിടെ പറയാം. അപ്പോൾ 2 ഹീലിയം ആറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ 2 ഹീലിയം മോളിക്യൂൾസ് ഉണ്ട് എന്നിങ്ങനെ 2 രീതിയിൽ നമുക്ക് 2He എന്ന് എഴുതിയാൽ അതിനെ റെപ്രസെന്റ് ചെയ്യാം. കാരണം He എന്ന് പറയുന്നത് ഒരു മോണോ അറ്റോമിക് എലമെന്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ 3Ne എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് അതിൻ്റെ അർത്ഥം 3 നിയോൺ ആറ്റങ്ങൾ അല്ലെങ്കിൽ 3 നിയോൺ മോളിക്യൂൾസ് എന്നാണ്. അതായത് ഇവിടെ Ne എന്ന് പറയുന്നത് എന്താണ്? ഒരു മോണോ അറ്റോമിക് എലമെന്റ് അല്ലെങ്കിൽ ഏകാറ്റോമിക മൂലകമാണ് അല്ലേ? അപ്പം നമുക്ക് 3Ne എന്ന് എഴുതിയിരുന്നാൽ അതിൻ്റെ അർത്ഥം 3 നിയോണിന്റെ മോളിക്യൂൾസ് ഉണ്ടെന്നും അല്ലെങ്കിൽ 3 നിയോൺ ആറ്റങ്ങളുണ്ട് എന്നാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അറ്റോമിസിറ്റി, അറ്റോമികത എന്ന് പറയും. അറ്റോമിസിറ്റി ഈസ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിലെ അല്ലെങ്കിൽ ഒരു തന്മാത്രയിലെ ആറ്റത്തിന്റെ എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിസിറ്റി അല്ലെങ്കിൽ അറ്റോമികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ഡയാറ്റോമിക് ആൻഡ് പോളി അറ്റോമിക് എലമെന്റ്, ഡയാറ്റോമിക് എലമെന്റിലും പോളി അറ്റോമിക് എലമെന്റിലും, അതായത് ദ്വയാറ്റോമിക തന്മാത്രകളിലും മൂലകങ്ങളിലും പിന്നെ പോളി അറ്റോമിക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ബഹു അറ്റോമിക മൂലകങ്ങളിലും ദ അറ്റോമിസിറ്റി ഈസ് റിട്ടൺ ആ സബ്സ്ക്രിപ്റ്റ് ഓൺ ദ റൈറ്റ് ഓഫ് ദി സിംബൽ ടു ഒബ്റ്റെയിൻ ദെയർ കെമിക്കൽ ഫോർമുല. അതായത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. 3O2 എന്ന് തന്നിട്ടുണ്ട്, കണ്ടോ? 3O2. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ഒരു എലമെൻറ്റിൻ്റെ, ഒരു മൂലകത്തിൻ്റെ പ്രതീകം. ഇവിടെ മൂലകത്തിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് ഇതാണ്, O എന്നാണല്ലോ പ്രതീകം. ആ പ്രതീകത്തിൻ്റെ പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? വലതുഭാഗത്ത് താഴെയായിട്ട്. അപ്പോൾ ഈ പ്രതീകത്തിൻ്റെ വലതുഭാഗത്ത് താഴെയായി, കണ്ടോ? അതായത് വലതുഭാഗത്ത് ഈ സൈഡിൽ താഴെയായിട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ O2 എന്ന് എഴുതാണ്. അങ്ങനെ അത് അവിടെ നമ്മൾ എഴുതുന്ന സാധനമാണ് അതിൻ്റെ അറ്റോമിസിറ്റി എന്ന് പറയുന്നത്. അതായത് ഓക്സിജൻ എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിസിറ്റിയാണ് ഇവിടെ എഴുതിയേക്കുന്നത് ഈ 2 എന്ന് പറയുന്നത്. അങ്ങനെ എഴുതിയാൽ ആ എലമെൻറ്റിൻ്റെ കെമിക്കൽ ഫോർമുല നമുക്ക് ലഭിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ ഓക്സിജൻ എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിസിറ്റി 2 ആണ്. അത് ആ എലമെൻറ്റിൻ്റെ വലതുവശത്ത് അല്ലേ, റൈറ്റ് സൈഡിൽ താഴെയായിട്ട് നമ്മൾ സബ്സ്ക്രിപ്റ്റായിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് ആ ഒരു മൂലകത്തിൻ്റെ കെമിക്കൽ ഫോർമുല, ആ ഒരു എലമെൻറ്റിൻ്റെ കെമിക്കൽ ഫോർമുല നമുക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണ്. കാരണം ഓക്സിജൻ എന്ന് പറയുന്ന ആ ഒരു മൂലകത്തിൻ്റെ അറ്റോമിസിറ്റി 2 ആണ്. അതിലടങ്ങിയിട്ടുള്ള ആകെ ആറ്റങ്ങളുടെ എണ്ണമാണ് ഈ അറ്റോമിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 2 ആണ്. അപ്പോൾ ഈ 2 നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് എഴുതുവാണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും? ഈ ഓക്സിജൻ്റെ കെമിക്കൽ ഫോർമുല, ഓക്സിജൻ എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് കിട്ടും. ഇനി ഇവിടെ 3 ഉണ്ട്. 3O2 എന്ന് വെച്ചാൽ അതെന്താണ്? അവിടെ ഓക്സിജൻ എന്ന് പറയുന്ന ആ എലമെൻറ്റിൻ്റെ 3 മോളിക്യൂൾസ് ഉണ്ടെന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്സിജൻ എന്ന് പറയുന്ന ആ എലമെൻറ്റിൻ്റെ 3 മോളിക്യൂൾസ് അവിടെ ഉണ്ട് എന്നാണ് ഈ 3O2, 3 എന്ന് പറഞ്ഞ ആ ഒരു നമ്പർ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് ഒന്നും കൂടെ വായിച്ചു നോക്കാം. നോക്കിയോളൂ. അറ്റോമിസിറ്റി ഈസ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിലെ
ആറ്റങ്ങളുടെ എണ്ണമാണ് നമ്മൾ എന്ത് പറയുന്നത്, അറ്റോമിസിറ്റി അല്ലെങ്കിൽ അറ്റോമികത എന്ന് പറയുന്നത്. ഇൻ ഡയാറ്റോമിക് ആൻഡ് പോളിഅറ്റോമിക് എലമെന്റ്സ് ദ അറ്റോമിസിറ്റി ഈസ് റിട്ടൺ ആസ് എ സബ്സ്ക്രിപ്റ്റ് ഓൺ ദ സൈഡിലാണ് റൈറ്റ് ഓഫ് ദ സിംബൽ ടു ഒബ്റ്റെയിൻ ദെയർ കെമിക്കൽ ഫോർമുല. അതായത് ഈ ഡയാറ്റോമിക് എലമെന്റിലും പോളിഅറ്റോമിക് എലമെന്റിലും അല്ലേ നമ്മൾ അറ്റോമിസിറ്റി എഴുതുന്നത്. മോണോ അറ്റോമിക് എലമെന്റ്സിൽ നമ്മൾ അറ്റോമിസിറ്റി എഴുതുന്നില്ല, കാരണം അത് വെറുതെ NE അല്ലെങ്കിൽ HE അങ്ങനെയൊക്കെ അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പോളിഅറ്റോമിക് എലമെന്റ്സിലും അതുപോലെ ഡയാറ്റോമിക് എലമെന്റ്സിലും അറ്റോമിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് എവിടെയാണ്, നമ്മൾ റിട്ടൺ ആസ് എ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. അതായത് താഴെ ഭാഗത്തായിട്ടാണ് എഴുതുന്നത്. എവിടെ, ഓൺ ദ റൈറ്റ് ഓഫ് ദി സിമ്പിൾ. ആ സിമ്പിൾ ഏതാണോ അതിന്റെ റൈറ്റ് സൈഡിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് നമ്മൾ അറ്റോമിസിറ്റി എഴുതുന്നത്. ഇവിടെ എഴുതിയേക്കുന്ന കണ്ടോ, ഓക്സിജന്റെ അറ്റോമിസിറ്റി 2 അത് ഏത് സൈഡിൽ, റൈറ്റ് സൈഡിൽ താഴെ ഭാഗത്തായിട്ട്. കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് തരുന്നത് കേട്ടോ. ഇനി അപ്പോൾ അത് അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ സിമ്പിൾ ടു ഒബ്റ്റെയിൻ ദെയർ കെമിക്കൽ ഫോർമുല, ആ ഒരു എലമെന്റിന്റെ കെമിക്കൽ ഫോർമുല നമുക്ക് ലഭിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഓക്സിജന്റെ കെമിക്കൽ ഫോർമുല O2 ആണ്. അപ്പോൾ 2 എന്ന് പറഞ്ഞ അറ്റോമിസിറ്റി ഓക്സിജനിൽ നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് റൈറ്റ് സൈഡിൽ എഴുതിയപ്പോൾ അതിന്റെ കെമിക്കൽ ഫോർമുല നമുക്ക് ലഭിച്ചു. മനസ്സിലായില്ലേ? ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് റിട്ടൺ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി കെമിക്കൽ ഫോർമുല. ഇനി അതിൽ എത്ര മോളിക്യൂൾസ് ആ എലമെന്റിലുണ്ട് എന്നുള്ളത് നമ്മൾ എഴുതുന്നത് എവിടെയാണ്, ആ കെമിക്കൽ ഫോർമുലയുടെ ലെഫ്റ്റ് സൈഡിൽ. നമ്മൾ ഇവിടുത്തെ കെമിക്കൽ ഫോർമുല O2 ആണ്, അതിന്റെ ലെഫ്റ്റ് സൈഡിൽ 3 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്, അതിൽ O2 എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്. അതായത് O2 എന്ന് പറയുന്ന ആ ഒരു മോളിക്യൂൾ 3 എണ്ണം ഉണ്ട് എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കേട്ടോ, ഇനി നോക്കൂ, വി ക്യാൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഫ്രം ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ എലമെന്റ്. ഓരോ എലമെന്റിന്റെയും കെമിക്കൽ ഫോർമുലയിൽ നിന്ന് നമുക്ക് അതിൻ്റെ അകത്തുള്ള മോളിക്യൂൾസിന്റെ എണ്ണം എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആറ്റത്തിന്റെ എണ്ണം എത്രയാണ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും. ഇതാ ഇവിടെ ഫോർ എക്സാമ്പിൾ 3O2 കൊടുത്തിട്ടുണ്ട്. അവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ട്, ഓക്സിജന്റെ എത്ര മോളിക്യൂൾസ് ഉണ്ട്, എത്ര തന്മാത്രകളുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ 3 ഓക്സിജന്റെ മോളിക്യൂൾസ് ആണ് ഉള്ളത്. ഇനി എത്ര ആറ്റംസ് ഉണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്ര എണ്ണമാണ്, ഇവിടെ നോക്കിയോളൂ. ഇവിടെ 3O2 അല്ലേ, ഇതിൻ്റെ അകത്ത് എത്ര ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ട്, ഇതാ ഒരു ഓക്സിജൻ മോളിക്യൂൾ അതുപോലെ അടുത്ത ഓക്സിജൻ മോളിക്യൂൾ, അങ്ങനെ 3 ഓക്സിജൻ മോളിക്യൂൾസ് ആണല്ലോ. ഇതിലൊരു ഡൗട്ടും ഇല്ലല്ലോ. 3O2 എന്ന് എഴുതിയിരുന്ന അതിൻ്റെ അർത്ഥം 3 ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടെന്നാണ്. ഇനി ഒരു ഓക്സിജൻ മോളിക്യൂൾസിൽ എത്ര ഓക്സിജൻ ഉണ്ട്, ഓക്സിജൻ്റെ എത്ര ആറ്റംസ് ഉണ്ട്, 2 ആറ്റംസ്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്, ഇവിടെയും 2 ആറ്റംസ്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്, ഇവിടെയും 2 ആറ്റംസ്. അങ്ങനെ ടോട്ടൽ എത്ര ആറ്റംസ് ഉണ്ട്, 1 2 3 4 5 6. മൊത്തം എത്ര എണ്ണം ഉണ്ട്, 6 ആറ്റംസ് ഉണ്ട്. പിന്നെ എത്ര മോളിക്യൂൾസ് ഉണ്ട്, 1 2 3 മോളിക്യൂൾസ് ഉണ്ട്, 6 ആറ്റംസ് ഉണ്ട്. മനസ്സിലായോ? ഇപ്പം ദാ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായോ? 3O2 എന്ന് പറയുമ്പോൾ 3 ഓക്സിജൻ മോളിക്യൂൾസ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുമ്പോൾ 3 × 2 എത്രയാണ്, 6 ഓക്സിജൻ ആറ്റംസ്. ഈ 2 എങ്ങനെയാണ് വന്നത്, അവിടെ O2 എന്ന് എഴുതിയേക്കുന്നില്ലേ, ആ 2 ആണ് അവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ 3 × 2 6 ഓക്സിജൻ ആറ്റംസ്. അടുത്തത് 5Cl2. അപ്പോൾ അവിടെ ക്ലോറിനാണ് അല്ലേ, ക്ലോറിൻ എന്ന് പറയുമ്പോൾ ഡയാറ്റോമിക് ആണ്, അതാണ് Cl2 അല്ലെങ്കിൽ ദ്വയാറ്റോമിക എലമെന്റ്. അപ്പോൾ Cl2 എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ എത്ര ക്ലോറിൻ്റെ മോളിക്യൂൾസ് ഉണ്ട്, എത്ര ക്ലോറിൻ മോളിക്യൂൾസ് ഉണ്ട്, Cl2 ഇപ്പുറത്തെ എത്ര, ലെഫ്റ്റ് സൈഡിൽ ഏത് നമ്പർ എഴുതിയേക്കുന്നത്, 5 അല്ലേ. അപ്പോൾ 5Cl2 എന്ന് പറയുമ്പോൾ 5 ക്ലോറിൻ്റെ മോളിക്യൂൾസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്, അപ്പോൾ 5 × അവിടെ എത്രയാണ് കൊടുക്കാനുള്ളത്, Cl2 എന്നല്ലേ കൊടുത്തിട്ടുള്ളത്, അപ്പോൾ 2 എന്ന് കൊടുക്കണം. അപ്പോൾ 5 × 2 10. അപ്പോൾ 10 ക്ലോറിൻ ആറ്റംസ് അവിടെ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ ഫ്ലോയിങ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്, അതിനകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. ഇതാ കണ്ടോ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ടേബിൾ എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള സബ്സ്റ്റൻസ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, H2 അല്ലേ, H ആണ് അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ H2 അതിൻ്റെ അകത്തുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം എത്രയാണ്, നമുക്കറിയാം. മോളിക്യൂൾസ് എന്ന് പറയുന്നത് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ ഇടുന്ന ആ നമ്പറാണ് അല്ലേ, ഒരു സിമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇടുന്ന നമ്പറാണ് മോളിക്യൂൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ H2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടോ, ഇല്ല. അപ്പോൾ അവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ട്, അതിൻ്റെ അർത്ഥം അവിടെ ഒരൊറ്റ മോളിക്യൂളേ ഉള്ളൂ, അപ്പോൾ 1. അപ്പോൾ അവിടെയുള്ള ആറ്റംസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്, 1 × 2, അതായത് H2 എന്നല്ലേ നമ്മൾ എഴുതിയേക്കണം. അപ്പോൾ 1 × 2 2. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് 2. മനസ്സിലായോ? ഇനി 5O2
അപ്പോൾ അവിടെ O2ൻ്റെ ലെഫ്റ്റ് സൈഡിലെ നമ്പർ എത്രയാണ് 5. അപ്പോൾ അവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 5 മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് 5. ഇനി നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ കണ്ടുപിടിക്കാം? 5 × O2 എന്നാണ് എഴുതിയേക്കണം അല്ലേ? അപ്പോൾ O കഴിഞ്ഞിട്ട് എന്താ 2 ആണ്. അപ്പോൾ 5 × 2 10. ഇനി 6N2 എൻ്റെ അകത്തുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം എത്രയാണ്? N2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്രയാണ് നമ്പർ? 6. അപ്പോൾ 6 മോളിക്യൂൾസ് ഉണ്ട്. ഇനി നമ്പർ ഓഫ് ആറ്റംസ് 6 × N2 എന്നാണ്. അപ്പോൾ 6 × 2 12. ഇനി 4Cl2. Cl2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്രയാണ് നമ്പർ? 4 അല്ലേ? അപ്പോൾ 4 മോളിക്യൂൾസ് ഉണ്ട്. Cl2ൻ്റെ 4 മോളിക്യൂൾസ് അവിടെ ഉണ്ട്. അതുപോലെ അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ് Cl2 ആണ്. അപ്പോൾ 4 × 2 എത്രയാ? 8. അപ്പോൾ 8 ആറ്റംസ് ആണുള്ളത്. ഇനി S8 എന്ന് വെച്ചാൽ സൾഫറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ലെങ്കിൽ അതെന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം? 1 ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് 1s8 എന്നാണ്. അതായത് 1 ഒരൊറ്റ മോളിക്യൂളേ ഉള്ളൂ. ഇനി അവിടെയുള്ള നമ്പർ ഓഫ് ആറ്റംസ് എസിൻ്റെ റൈറ്റ് സൈഡിൽ എത്രയാണ് നമ്പർ? 8 ആണ് അല്ലേ? അപ്പോൾ S8 എന്നാണ് കിടത്തിയിട്ടുള്ളത്. അപ്പോൾ 1 × 8 എത്രയാണ്? 8. മനസ്സിലായോ? അപ്പോൾ 8 ആറ്റംസ് ആണുള്ളത്. S8ൽ 8 ആറ്റംസ് ആണുള്ളത്. ഈ ടേബിൾ ഫില്ല് ചെയ്തത് മനസ്സിലായോ? മലയാളം മീഡിയംകാർക്കുള്ളതും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൊടുക്കാനുള്ളത്. നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി. അതായത് ആദ്യത്തേൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് പദാർത്ഥം അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പദാർത്ഥം, പിന്നെ തന്മാത്രകളുടെ എണ്ണം, പിന്നെ ആകെ ആറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസേഴ്സാണ് അതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഇതേപോലെ എഴുതിയാൽ മതി. അടുത്തത് കെമിക്കൽ ഫോർമുല ഓഫ് കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ സംയുക്തങ്ങൾ. അപ്പോൾ നമ്മൾ മോളിക്യൂൾസ് പഠിച്ചു, പിന്നെ എന്താണ് ആറ്റംസ് പഠിച്ചു, എലമെൻറ്റ്സ് ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ സംയുക്തങ്ങൾ എന്ന് പറയും. സംയുക്തങ്ങളുടെ കെമിക്കൽ ഫോർമുല അതാണ് നമുക്കിനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. നോക്കൂ, ഹൈഡ്രജൻ ക്ലോറൈഡ് ഈസ് എ കോമ്പൗണ്ട് ഫെമിലിയർ ടു യു. ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്, അത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ ആർ ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഇൻ ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഘടകമൂലകങ്ങൾ എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും? ഹൈഡ്രജനും ക്ലോറിനുമാണ് അല്ലേ? ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ. അടുത്തത് റൈറ്റ് ദ സിമ്പിൾസ് ഫോർ ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ. ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും സിമ്പിൾസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അറിയാമോ? ഹൈഡ്രജൻ്റെ സിമ്പിൾ എന്താണ്? H. ഇനി ക്ലോറിൻ്റെ സിമ്പിൾ ഏതാണ്? Cl ആണല്ലോ. അപ്പോൾ എ മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് കണ്ടെയ്ൻസ് 1 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 ക്ലോറിൻ ആറ്റം. ഒരു ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ മോളിക്യൂളിൽ ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ക്ലോറിൻ ആറ്റവും ഉണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഹൗ ക്യാൻ വി റെപ്രസെൻറ്റ് എ മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ്? ഒരു ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ മോളിക്യൂളിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? താഴെ എഴുതിയിട്ടുണ്ട്. ഹൈഡ്രജൻ ക്ലോറൈഡ് ഹൈഫൺ ഇട്ടിട്ട് ഇങ്ങനെയാണ് HCl. കാരണം ഒരു ഹൈഡ്രജൻ്റെ ആറ്റവും ഒരു ക്ലോറിൻ്റെ ആറ്റവും ആണുള്ളത്. അപ്പോൾ H എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രജൻ്റെ ആറ്റം എന്ന് സൂചിപ്പിക്കുന്നു. Cl എന്ന് എറിഞ്ഞിരുന്ന ഒരു ക്ലോറിൻ്റെ ആറ്റം എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ HCl എന്ന് എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ. HCl ഇതാണ് ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ സിമ്പിൾ. ഇനി ഇവിടെ ഹൈ ക്യാൻ വി റെപ്രസെൻറ്റ് എ മോളിക്യൂൾ ഓഫ് വാട്ടർ ഇൻ ദ സെയിം വേ. ഇതേപോലെ നമുക്ക് ഒരു വാട്ടറിൻ്റെ മോളിക്യൂൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. എ മോളിക്യൂൾ ഓഫ് വാട്ടർ കണ്ടെയ്ൻസ് 2 ഹൈഡ്രജൻ ആറ്റംസ് ആൻഡ് 1 ഓക്സിജൻ ആറ്റം. ഒരു വാട്ടറിൻ്റെ മോളിക്യൂളിൽ അല്ലെങ്കിൽ ജലത്തിൻ്റെ ഒരു തന്മാത്രയിൽ 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ഉണ്ട്. സോ എ മോളിക്യൂൾ ഓഫ് വാട്ടർ, അതുകൊണ്ട് ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ എത്രയാണ് തരുന്നത്? H2O. H2 അല്ല, അതിൽ ആ 2 എന്ന് പറയുന്നത് സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് എഴുതാറ് കേട്ടോ. Hൻ്റെ റൈറ്റ് സൈഡിൽ താഴെ ആയിട്ടാണ് H2O എന്നുള്ളത് എഴുതേണ്ടത് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ H2O ഇങ്ങനെയാണ് ജലത്തിൻ്റെ തന്മാത്രയെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നത്. ഒരു ജലത്തിൻ്റെ തന്മാത്രയിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും അടങ്ങിയിരിക്കുന്നപ്പോൾ ഒരു ജലത്തിൻ്റെ തന്മാത്ര എന്താണ്? H2O. താഴെ ബ്ലൂ കളർ കൊടുത്തിട്ടില്ലേ? ഇതേപോലെയാണ് റെപ്രസെൻറ്റ് ചെയ്യാനുള്ളത് കേട്ടോ. H2O എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ്. മനസ്സിലായോ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യാം. ആ ഒരു ടേബിൾ ഫില്ല് ചെയ്തതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കോമ്പൗണ്ടിൻ്റെ പേര് നൈട്രിക് ഓക്സൈഡ്. ഏതാണ്? നൈട്രിക് ഓക്സൈഡ്. അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? നൈട്രജനും ഓക്സിജനുമാണ്. നൈട്രജൻ്റെ സിമ്പിൾ എന്താണ്? N. ഓക്സിജൻ്റെ സിമ്പിൾ O. ഇനി ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ആറ്റംസ്, നൈട്രജനിൽ ഒരാറ്റം, അതുപോലെ ഓക്സിജൻ്റെയും ഒരാറ്റവും ചേർന്നതാണ് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഫോർമുല NO എന്ന് എഴുതണം. NO അല്ലേ? ഇനി അടുത്തത് അമോണിയ. അമോണിയയിൽ അടങ്ങിയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നൈട്രജനും ഹൈഡ്രജനുമാണ്. നൈട്രജനും ഹൈഡ്രജനും. അപ്പോൾ അതിൻ്റെ സിമ്പിൾസ് നൈട്രജൻ്റെ N ഉം ഹൈഡ്രജൻ്റെ H ഉം.
ഇനി അതിലടങ്ങിയിട്ടുള്ള ആറ്റംസ് ഏതൊക്കെയാണ്? നൈട്രജൻ്റെ ഒരു ആറ്റം അടങ്ങിയിട്ടുണ്ട് അമോണിയയിൽ. അതുപോലെ ഹൈഡ്രജൻ്റെ 3 ആറ്റംസ് അടങ്ങിയിട്ടുണ്ട്. ഹൈഡ്രജൻ്റെ 3 ആറ്റവും നൈട്രജൻ്റെ ഒരാറ്റവും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? NH3. കണ്ടോ? NH3 ഇങ്ങനെ എഴുതണം. ഇനി കാർബൺ ഡയോക്സൈഡ്, ഇതിൽ അടങ്ങിയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? കാർബണും ഓക്സിജനും. ഇനി അതിൻ്റെ സിമ്പല്, കാർബണിൻ്റെ സിമ്പല് C, ഓക്സിജൻ്റെ സിമ്പല് O. അപ്പം ഇനി കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള കാർബണിൻ്റെ അളവ് 1, ഒരാറ്റം അടങ്ങിയിട്ടുള്ളൂ. ഇനി ഓക്സിജൻ എത്ര ആറ്റം അടങ്ങിയിട്ടുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിൽ 2 ഓക്സിജൻ്റെ ആറ്റംസ് ഉണ്ട്. അപ്പം ഒരു കാർബൺ ആറ്റവും 2 ഓക്സിജൻ്റെ ആറ്റവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? C 1 അപ്പോൾ C എന്ന് മാത്രം എഴുതുക. പിന്നെ ഓക്സിജൻ 2 ഉണ്ട്, അപ്പോൾ O2 എന്ന് എഴുതുക. കണ്ടോ? CO2. അടുത്തത് സൾഫ്യൂറിക് ആസിഡ്. സൾഫ്യൂറിക് ആസിഡ് അടങ്ങിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ എന്നിവയാണ്. ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ. അതിൽ ഹൈഡ്രജന്റെ സിമ്പൽ H, സൾഫറിന്റെ സിമ്പൽ S, ഓക്സിജന്റെ സിമ്പൽ O. ഇനി ഇവ എത്രത്തോളം ആറ്റംസ് അടങ്ങിയിട്ടുണ്ടെന്ന്? ഹൈഡ്രജന്റെ 2 ആറ്റംസ് സൾഫ്യൂറിക് ആസിഡിലുണ്ട്. സൾഫറിന്റെ 1 ആറ്റം സൾഫ്യൂറിക് ആസിഡിലുണ്ട്. ഓക്സിജന്റെ 4 ആറ്റംസ് സൾഫ്യൂറിക് ആസിഡിലുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? H 2 ആണല്ലോ, അപ്പോൾ H2. സൾഫറിന്റെ 1 ഉള്ളൂ, അപ്പോൾ H2S. ഇനി ഓക്സിജന്റെ 4 ഉണ്ട്, അപ്പോൾ O4. അപ്പോൾ H2SO4. ഇതാണ് സൾഫ്യൂറിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി കാർബൺ ടെട്രാ ക്ലോറൈഡ്. എന്താണ് കാർബൺ ടെട്രാ ക്ലോറൈഡ്? അതിലടങ്ങിയിട്ടുള്ള എലമെന്റ്സ് കാർബണും ക്ലോറിനും. കാർബൺ C, കാർബണിന്റെ സിമ്പല്. ക്ലോറിന്റെ സിമ്പല് Cl. അപ്പം C എത്രണ്ണം? കാർബൺ ഒരാറ്റേ ഉള്ളൂ. കാർബൺ ടെട്രാ ക്ലോറൈഡിൽ 1 കാർബൺ ആറ്റമാണ്. കാർബൺ ടെട്രാ ക്ലോറൈഡിൽ 4 ക്ലോറിൻ ആറ്റം. അപ്പം Cl 4 എണ്ണം, കാർബൺ 1. അപ്പം നമുക്ക് അതിൻ്റെ കെമിക്കൽ ഫോർമുല CCl4. എന്താണ്? CCl4 ഇങ്ങനെ എഴുതണം. മനസ്സിലായോ ഈ ടേബിള്? അപ്പോൾ ഇനി നമുക്ക് മലയാളം മീഡിയംകാരുടെ ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാം. അപ്പോൾ നോക്കിയോളൂ, ഇവിടെ നൈട്രിക് ഓക്സൈഡ് സംയുക്തം, അതിൻ്റെ മൂലകങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജനും ഓക്സിജനും, പ്രതീകം N-ഉം O-യും. ഒരു തന്മാത്രയിലെ ആറ്റങ്ങൾ ഏതൊക്കെയാണ്? 1 നൈട്രജൻ ആറ്റം, 1 ഓക്സിജൻ ആറ്റം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? NO എന്ന് എഴുതാം. ഇനി അമോണിയ. അമോണിയയിൽ അടങ്ങിയിട്ടുള്ള ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജനും ഹൈഡ്രജനും. അതിൻ്റെയൊക്കെ സിമ്പിൾസ് നൈട്രജൻ്റെ N-ഉം ഹൈഡ്രജൻ്റെ H-ഉം. ഇനി ഒരു തന്മാത്രയിലെ ആറ്റങ്ങൾ 1 നൈട്രജൻ ആറ്റവും 3 ഹൈഡ്രജൻ ആറ്റവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 നൈട്രജൻ ആറ്റം ആകുമ്പോൾ N, ഇനി 3 ഹൈഡ്രജൻ ആറ്റം ആകുമ്പോൾ H3, അപ്പോൾ NH3. ഓക്കെ. ഇനി കാർബൺ ഡൈ ഓക്സൈഡിൽ അടങ്ങിയിട്ടുള്ള ഘടകമൂലകങ്ങൾ കാർബണും ഓക്സിജനും. അതിൻ്റെ പ്രതീകം CO. ഇനി ഒരു തന്മാത്രയിൽ എത്ര ആറ്റംസ് ഉണ്ട്? 1 കാർബൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും. ഒരു തന്മാത്ര എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് 1 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്ര എന്നാണ് കേട്ടോ. അപ്പോൾ 1 കാർബണും 2 ഓക്സിജനും. അപ്പോൾ എങ്ങനെ എഴുതാം? 1 കാർബൺ ആകുമ്പോൾ C, ഇനി 2 ഓക്സിജൻ ആകുമ്പോൾ O2, അപ്പോൾ CO2. ഇനി സൾഫ്യൂറിക് ആസിഡ്. സൾഫ്യൂറിക് ആസിഡിലുള്ള ഘടകമൂലകങ്ങൾ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രതീകം എങ്ങനെയാണ് കൊടുക്കുന്നത്? ഹൈഡ്രജൻ്റെ H, സൾഫറിൻ്റെ S, ഓക്സിജൻ്റെ O. ഇനി ഒരു തന്മാത്രയിൽ, ഒരു സൾഫ്യൂറിക് ആസിഡ് തന്മാത്രയിൽ അടങ്ങിയിട്ടുള്ള ഹൈഡ്രജൻ്റെ അളവ് 2, സൾഫറിൻ്റെ അളവ് 1, ഓക്സിജൻ്റെ അളവ് 4. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? എത്ര? 2 ഹൈഡ്രജൻ, അപ്പോൾ H2, 1 സൾഫർ, അപ്പോൾ S, ദെൻ 4 ഓക്സിജൻ, അപ്പോൾ O4, അപ്പോൾ H2SO4. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നമ്മൾ കാർബൺ ടെട്രാ ക്ലോറൈഡ്. അപ്പോൾ അതിൻ്റെ അടങ്ങിയിട്ടുള്ള ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബണും ക്ലോറിനും. അതിൻ്റെ പ്രതീകങ്ങൾ C, പിന്നെ ക്ലോറിൻ്റെ Cl. ഇനി അതിൻ്റെ ഒരു കാർബൺ ടെട്രാ ക്ലോറൈഡ് തന്മാത്രയിൽ എത്ര ആറ്റംസ് ഉണ്ട്? 1 കാർബൺ ആറ്റവും 4 ക്ലോറിൻ ആറ്റവും, അല്ലേ? 4 ക്ലോറിൻ ആറ്റവും 1 കാർബൺ ആറ്റവും. അത് നമുക്ക് എങ്ങനെ എഴുതാം? 1 കാർബൺ ആറ്റം ആകുമ്പോൾ C, 4 ക്ലോറിൻ ആറ്റം ആകുമ്പോൾ Cl4, അപ്പോൾ CCl4. ഓക്കെ ആണോ? അടുത്ത നോക്കൂ, എ കോമ്പൗണ്ട് ഹാസ് എ സർട്ടൺ റേഷ്യോ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ്. അതായത് ഒരു കോമ്പൗണ്ടിന് ഒരു സർട്ടൺ റേഷ്യോ ഉണ്ട്, ഒരു നിശ്ചിത അനുപാതമുണ്ട്. ഏതൊക്കെ തമ്മിൽ? ബിറ്റ്വീൻ. ഏതൊക്കെ തമ്മിലാണ്? ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ്. ആ സംയുക്തത്തിൽ അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിൽ അടങ്ങിയിട്ടുള്ള എലമെന്റ്സിന്റെ ആറ്റങ്ങളുടെ എണ്ണങ്ങൾ തമ്മിൽ ഒരു നിശ്ചിത റേഷ്യോ ഉണ്ട്, അല്ലെങ്കിൽ ഒരു നിശ്ചിത അനുപാതമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ CO2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ
കാർബണും ഓക്സിജനുമാണ്. അവിടെയുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഏതൊക്കെയാണ്? കാർബണും ഓക്സിജനും. ഇവിടെ CO2 അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു മോളിക്യൂൾ എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു കാർബൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും വേണം. എന്നാലേ നമുക്കത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്, എ കോമ്പൗണ്ട് ഹാസ് എ സർട്ടൺ റേഷ്യോ. ഒരു കോമ്പൗണ്ടിന് ഒരു റേഷ്യോ ഉണ്ടായിരിക്കണം. ഏതൊക്കെ തമ്മിൽ? ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ്. അതിൻ്റെ അകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സിന്റെ അല്ലെങ്കിൽ ഘടക മൂലകങ്ങളുടെ ആറ്റംസിന്റെ എണ്ണങ്ങൾ തമ്മിൽ. കേട്ടോ. അടുത്തത്, ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 3CO2. 3CO2ൽ അടങ്ങിയിട്ടുള്ള തന്മാത്രകളുടെ എണ്ണവും മോളിക്യൂൾസിന്റെ എണ്ണവും അതുപോലെ ആറ്റങ്ങളുടെ എണ്ണവും കണ്ടെത്തണം. അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. താഴെ അതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് നമ്പർ ഓഫ് മോളിക്യൂൾസ് 3 എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? CO2 എന്ന് പറയുന്നതാണ് നമ്മുടെ കോമ്പൗണ്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ എത്രയാണോ അതാണ് അതിന്റെ അകത്തുള്ള മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കോമ്പൗണ്ടിന്റെ പേര് CO2, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ അതിന്റെ എത്ര? ഒരു CO2 എന്ന് വെച്ചാൽ ഒരൊറ്റ മോളിക്യൂളേ ഉള്ളൂ. ഇവിടെ എത്രയാ? 3 CO2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. 3CO2 അല്ലെ? അപ്പൊ അവിടെ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ട്? 3 മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ അവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് 3. ഇനി ആറ്റംസ് എത്ര ഉണ്ടെന്ന് നോക്കണം. ഇവിടെ നമ്മുടെ കയ്യിൽ 3 കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്യൂൾസ് ആണ് ഉള്ളത് അല്ലേ? അതായത് ഒരു കാർബൺ ഡൈ ഓക്സൈഡ്, അടുത്ത മറ്റൊരു കാർബൺ ഡൈ ഓക്സൈഡ്, അടുത്ത മറ്റൊരു കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ. ഇങ്ങനെ 3 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ട്. ഇനി ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസിൽ എത്ര ആറ്റംസ് ഉണ്ട്? ഏതൊക്കെയുണ്ട്? കാർബണിന്റെ ആറ്റം ഉണ്ട്, ഓക്സിജന്റെ ആറ്റം ഉണ്ട് ആണല്ലോ. കാർബണിന്റെ ഒരാറ്റം, ഓക്സിജന്റെ എത്ര ആറ്റം? 2 ആണല്ലോ. ഇനി ഇവിടെ അതേപോലെ ഒരു കാർബണിന്റെ ആറ്റം, 2 ഓക്സിജന്റെ ആറ്റം. ഇവിടെ ഒരു കാർബണിന്റെ ആറ്റം, 2 ഓക്സിജന്റെ ആറ്റം ആണല്ലോ. അപ്പം മൊത്തം എത്ര ആറ്റംസ് ഉണ്ട്? 1, 2, 3. കാർബൺ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ആണല്ലോ. ഇനി 2, 4, 6. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ആണല്ലോ. അപ്പം ടോട്ടൽ എത്ര ആറ്റംസ് ഉണ്ട്? ടോട്ടൽ 3 + 6 9 ആണല്ലോ. മനസ്സിലായോ? എന്താ ഇവിടെ എഴുതിയേക്കുന്നത് നോക്കോളൂ. നമ്പർ ഓഫ് മോളിക്യൂൾസ് 3. എങ്ങനെ വന്നു എന്നറിയാലോ? 3CO2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ CO2ന്റെ ലെഫ്റ്റ് സൈഡിലുള്ള 3 ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ആറ്റംസ്, കാർബണിന്റെ എത്ര ആറ്റംസ് ഉണ്ട്? 3 കാർബണിന്റെ ആറ്റംസും പിന്നെ ഓക്സിജന്റെ ഇതിൻ്റെ അകത്ത് ഒരു മോളിക്യൂളിൽ 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. അതേപോലത്തെ 3 മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ 2 × 3 എത്രയാണ്? 6. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 6 + 3 9 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ലൈക്ക് ദിസ് യു ക്യാൻ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ മോളിക്യൂൾസ് ഓഫ് എനി കോമ്പൗണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ഏതൊരു കോമ്പൗണ്ടിന്റെ ആണെങ്കിലും ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാം. താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതാണ് ആ ടേബിൾ 5.12. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് തന്നിട്ടുള്ള കോമ്പൗണ്ട് 2HCl എന്നാണ്, ഹൈഡ്രജൻ ക്ലോറൈഡ്. 2HCl അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്? HClന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ എത്രയാണ്? 2. അപ്പോൾ അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് 2. ഇനി നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. H ഒരു ആറ്റമേ അതിൻ്റെ അകത്തുള്ളൂ, പിന്നെ 2 മോളിക്യൂൾസ് ഉണ്ട്. അപ്പം 2 × 1 ആണല്ലോ 2. അടുത്ത Clലും ഒരാറ്റേ ഉള്ളൂ, പക്ഷേ 2 മോളിക്യൂൾ ഉണ്ട്. അപ്പം 2 × Clന്റെ ഒരാറ്റം, അപ്പോൾ 1. അപ്പം 2 × 1 2. മനസ്സിലായല്ലോ? അപ്പോൾ ടോട്ടൽ എത്രയാണ്? 2 + 2 4. ഓക്കെ ആണല്ലോ. ഇനി 4s2 കണ്ടോ? 4s2 അവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്? SO2ന്റെ ലെഫ്റ്റ് സൈഡിൽ എത്രയാ? 4. അപ്പോൾ 4 ആണ് അതിൻ്റെ അകത്തുള്ള മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. എസിന്റെ എത്ര ആറ്റംസ് ഉണ്ട്? എസ് എന്ന് പറയുന്ന ഒരൊറ്റ എണ്ണേ ഉള്ളൂ. അപ്പോൾ 4 മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ 4 × 1 എത്രയാണ്? 4. ഇനി ഓരവിടെ എന്താണ്? താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 2 ഉണ്ട് അല്ലേ? അപ്പോൾ എത്രയാണ്? 2 ആണ്. അപ്പോൾ 4 × 2 4 മോളിക്യൂൾസ് × O2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2 4 × 2 8. അപ്പോൾ 8 + 4 12. അപ്പോൾ അവിടെ 12 ആറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസിന്റെ എണ്ണം SO2ൽ എത്രയാണ്? 12. അടുത്തത് 3C2H5OH. 3C2H5OH. അപ്പോൾ ഇവിടുത്തെ ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് C2H5OH എന്നുള്ളതാണ്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ എത്രയാണ്? 3. അപ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത് 3 ആണ്. പിന്നെ അവിടെ ഏതൊക്കെ ആറ്റംസ് ഉണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലേ? ഇവിടെ ഞാൻ ഈ ബ്ലൂ കളറിൽ ഇട്ടേക്കുന്നതാണ് കേട്ടോ ഇതിന്റെ ആറ്റംസിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ളത്. നോക്കിയോളൂ. കാർബൺ C2 എന്നാണ് കിടക്കുന്നത് അല്ലേ? അപ്പൊ 2 കാർബൺ ആറ്റംസ് ഉണ്ട്. മൊത്തം എത്ര മോളിക്യൂൾസ് ഉണ്ട്? 3 മോളിക്യൂൾസ്. അപ്പൊ 3 × C2ന്റെ ആ 2 എടുക്കണം. അപ്പൊ 3 × 2 6 എന്ന് വരും. ഇനി H എത്ര എണ്ണം? അവിടെ എത്രയാണ് കിടക്കുന്നത്? H5 എന്നാണ് കിടക്കുന്നത് അല്ലേ? അപ്പം
3 മോളിക്യൂൾസിൻ്റെ 3 ഇടുക, 3 ഇൻറ്റു H5ൻ്റെ ആ 5 ഇടുക. അപ്പോൾ 3 ഇൻറ്റു 5 എത്രയാണ്? 15. ഓക്കെ ആണല്ലോ. അടുത്തത് ഓക്സിജൻ്റെ O അവിടെ ഒന്നുമില്ല. അപ്പോൾ എന്താണ്? 3 ഇൻറ്റു 1 3. അപ്പോൾ അവരുടെ വാല്യൂം കിട്ടി. ഇനി ലാസ്റ്റ് ഒരു H കിടപ്പുണ്ട്, കണ്ടോ? ലാസ്റ്റ് ഒരു H കിടപ്പുണ്ട്. അപ്പോൾ ആ Hൽ ഒന്നുമില്ല അല്ലേ? അപ്പോൾ 1 എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ 3 ഇൻറ്റു 1. അപ്പോൾ എത്ര കിട്ടി നമുക്ക് ആൻസർ? 3. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 6 + 15 + 3 + 3 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 27 എന്ന് കിട്ടും. അപ്പോൾ 3C2H5OHൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 27 ആണ്. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് വൺ കണ്ടുപിടിക്കാനുള്ളതാണ് കേട്ടോ. ഈ ബ്ലൂ കളറിൽ നമ്പർ ഓഫ് ആറ്റംസിൻ്റെ അവിടെ ബ്ലൂ കളറിൽ കിടക്കുന്നത് അവസാനത്തെയാണ്, അതായത് 2C6H12O6 എന്നുള്ളത്. ഇത് മറ്റതും ഇതും കൂടി എഴുതാൻ ഇവിടെ സ്പേസ് തികയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, 2C6H12O6 അതിൻ്റെ അകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ട്? C6H12O6ൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ എത്രയാ? 2. അപ്പോൾ 2 മോളിക്യൂൾസ് ആണ് ഉള്ളത്. ഇനി നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ കണ്ടുപിടിക്കണം. C6 എന്നുണ്ട് അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 6 എത്രയാ? 12. ഇവിടെ 2ഉം 6ഉം എങ്ങനെയാ വന്നത്? 2 മോളിക്യൂൾസ് ആണുള്ളത്, ആ 2 എഴുതി. C6 എന്ന് കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ ആ സിയുടെ 6 ആണ് നമ്മൾ അവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ അതാണ് 2 ഇൻറ്റു 6 എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി H12 എന്നുണ്ട്. അപ്പോൾ 2 ഇൻറ്റു H12ൻ്റെ ആ 12. അപ്പോൾ 2 ഇൻറ്റു 12 24. O6 എന്നാണ്. അപ്പം 2 ഇൻറ്റു 6 എത്രയാ? 12. അങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 12 + 24 + 12 48. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 48. അടുത്ത മലയാളം മീഡിയംകാർക്കുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 4SO2ൻ്റെ തന്മാത്രകളുടെ എണ്ണം 4 ആണ്. അതിൻ്റെ ആകെ ആറ്റങ്ങളുടെ എണ്ണം S 4 × 1 4, O 4 × 2 8, ടോട്ടൽ 12. 8 × 4 12. അതുപോലെ 3C2H5OHൻ്റെ മൊത്തം തന്മാത്രകളുടെ എണ്ണം 3 ആണ്. അതിൽ സിയുടെ വാല്യൂ എത്രയാണ്? കാർബൺ ആറ്റംസ് എത്ര ഉണ്ട്? 3 × 2 6 ആറ്റംസ്. അടുത്ത ഹൈഡ്രജൻ ആറ്റംസ് 3 × 5 15. ഓക്സിജൻ ആറ്റംസ് 3 × 1 3. അതുപോലെ അടുത്ത ഹൈഡ്രജൻ ആറ്റംസ് 3 × 1 3. ഇതെല്ലാം കൂടെ കൂട്ടുക. 6 + 15 + 3 + 3. അപ്പോൾ 3 3 6, 6 6 12, 12 15 27. അങ്ങനെയാണ് ഇവിടെ ടോട്ടൽ ആറ്റംസ് 27 എന്ന് കിട്ടിയത്. ഇനി അടുത്തത് 2C6H12O6. അതിൻ്റെ അകത്ത് എത്ര ആറ്റംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. മൊത്തം എത്ര മോളിക്യൂൾസ് ഉണ്ട് അതിൻ്റെ അകത്ത്? 2 മോളിക്യൂൾസ് ഉണ്ട് അല്ലേ? C6H12O6ൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ 2 ആണ്. അപ്പോൾ ടോട്ടൽ മോളിക്യൂൾസിൻ്റെ എണ്ണം 2. ഇനി അതിൻ്റെ അകത്തുള്ള കാർബൺ ആറ്റംസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ഇൻറ്റു 6 12. അതുപോലെ ഹൈഡ്രജൻ ആറ്റം 2 ഇൻറ്റു 12. ഈ 2 ഇൻറ്റു 12 എങ്ങനെ വന്നു എന്നറിയാലോ? 2 മോളിക്യൂൾസ് ഉണ്ട്, ആ 2 ഇൻറ്റു H12 എന്നാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ 12. അപ്പോൾ 2 ഇൻറ്റു 12 24. ഓക്സിജൻ ആറ്റംസ് 2 മോളിക്യൂൾസ്. അപ്പോൾ 2 ഇൻറ്റു O6 എന്നാണ് ഇട്ടേക്കണം. അപ്പോൾ 2 ഇൻറ്റു 6 എത്രയാ? 12. അങ്ങനെ മൊത്തം 12 + 24 + 12 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 48 എന്ന് കിട്ടും. അപ്പോൾ 2C6H12O6ൽ ആകെ ആറ്റങ്ങളുടെ എണ്ണം 48, ആകെ തന്മാത്രകളുടെ എണ്ണം 2. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കെമിക്കൽ ഇക്വേഷൻസ്, രാസസമവാക്യങ്ങൾ. കാർബൺ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തുണ്ടാകുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. വാട്ട് ആർ ദ റിയാക്റ്റൻസ് ഇൻ ദിസ് റിയാക്ഷൻ? ഈ റിയാക്ഷനിലെ റിയാക്റ്റൻസ് അല്ലെങ്കിൽ അഭികാരകങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് മുന്നത്തെ ക്ലാസ്സിൽ. ഏതൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡിലെ റിയാക്റ്റൻസ്? കാർബണും ഓക്സിജനും. വാട്ട് ആർ ദ പ്രോഡക്ട്സ്? ഉൽപ്പന്നങ്ങൾ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? ഹൗ ഡു യു റൈറ്റ് ദ റിയാക്റ്റൻസ് യൂസിങ് കെമിക്കൽ ഫോർമുല? ഈ റിയാക്റ്റൻസിനെ നമുക്ക് ഈ കെമിക്കൽ ഫോർമുല ഉപയോഗിച്ച് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹൗ അബൌട്ട് പ്രോഡക്ട്സിനെ എങ്ങനെ എഴുതാം? അതായത് ദിസ് കെമിക്കൽ റിയാക്ഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ്, ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? C+O2 gives CO2. കണ്ടോ? C + O2 gives CO2. ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ആ ഒരു റിയാക്ഷനെ എഴുതിയേക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത എ കെമിക്കൽ ഇക്വേഷൻ ഇസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ വിച്ച് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് അറ്റ് എ ഗ്ലാൻസ്. അതായത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് കെമിക്കൽ ഇക്വേഷൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ, അറ്റ് എ ഗ്ലാൻസ് എന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ കെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കെമിക്കൽ ഇക്വേഷൻ.
ഓക്കെ, ഇനി ഇറ്റ് യൂസസ് സിമ്പിൾസ് കെമിക്കൽ ഫോർമുല ടു റെപ്രസെൻറ്റ് ദ റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഇവിടെ പ്രോഡക്ട്സിനെയും റിയാക്ടൻസിനെയും ഉൽപ്പന്നങ്ങളെയും അഭികാരങ്ങളെയും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾസ് കെമിക്കൽ ഫോർമുലയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതാണ് നമ്മൾ C+O2 എന്നല്ല എഴുതിയത്. ഇനി നോക്കിയുള്ളൂ, കാൽസ്യം കാർബണേറ്റ്. എന്താണ് കാൽസ്യം കാർബണേറ്റിനെ എങ്ങനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? CaCO3 അല്ലേ? CaCO3 ഡീകമ്പോസസ് ടു ഫോം കാൽസ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ CaCO3 ഡീകമ്പോസ് ചെയ്യുന്ന വെച്ചാൽ വിഘടിച്ച് എന്തൊക്കെ ഉണ്ടാകുന്നു? കാൽസ്യം ഓക്സൈഡ് CaOയും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് CO2 ഉണ്ടാകുന്നു. ഹൗ ക്യാൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ ബി റെപ്രസെൻറ്റഡ്? നമുക്ക് ഈ ഒരു കെമിക്കൽ റിയാക്ഷനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതാണ് CaCO3 വിഘടിച്ച് എന്തൊക്കെയായി മാറുന്നു? CaO കാൽസ്യം ഓക്സൈഡും പ്ലസ് CO2 അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും. ഇനി എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻസ് ഓഫ് സം കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസിന്റെ കെമിക്കൽ ഇക്വേഷൻസ് എഴുതണം. രാസപ്രവർത്തനങ്ങളുടെ രാസസമവാക്യങ്ങൾ എഴുതണം. അപ്പം നമുക്ക് അത് എഴുതി നോക്കാം, സിമ്പിൾ ആയിട്ടുള്ളത്. ഇവിടെ ഒന്നാമത് കൊടുത്തിട്ടുള്ളത് വാട്ടർ, H2O. വാട്ടർ ആണല്ലോ അത് ഫോം ചെയ്യുന്നത്. 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O. അതുപോലെ മഗ്നീഷ്യവും ഓക്സിജനും കൂടെ കൂടി ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ 2Mg പ്ലസ് O2 ഗീവ്സ് 2MgO. ദെൻ അടുത്തത് സോഡിയം ക്ലോറൈഡ് അറിയാലോ, ഉപ്പ് ഉണ്ടാകുന്ന സോഡിയം ക്ലോറിനും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ 2Na പ്ലസ് Cl2 ഗീവ്സ് 2NaCl. അപ്പോൾ 3 കെമിക്കൽ ഇക്വേഷൻസ് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ടേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ യൂണിറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ നോട്ട്സ് ആണ് തരാനുള്ളത്. അപ്പോൾ നോട്ട് തരാം കേട്ടോ.